ഹലോ ഓൾ, ഏവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഡിസ്കഷൻ ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടിന്യൂവേഷൻ പാർട്ടിനെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ഒരു ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു, ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ആദ്യ ഭാഗത്തിലൂടെ നമ്മൾ പഠിച്ചു മുന്നോട്ട് പോയത്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറിൽ നമ്മളൊരു സെക്കൻഡ് പാർട്ട് പഠിച്ചത് പ്രധാനമായിട്ടുള്ള കാർഷിക രംഗത്തെ ഉത്തേജിപ്പിക്കുവാനായി ഇന്ത്യയിൽ ആരംഭിച്ച 1960കളിൽ ആരംഭിച്ച ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സെക്കൻഡ് പാർട്ട് ഓഫ് അഗ്രികൾച്ചർ നിങ്ങളിലേക്ക് എത്തിയത്. ജസ്റ്റ് നൺ അതർ ദാൻ ദി ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നൊരു ഒരു ഫിനോമിനൻ. ഹരിത വിപ്ലവം നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത് കാർഷിക മേഖലയിൽ മൊത്തത്തിലുള്ളൊരു ഒരു ഉന്നമനത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന ശ്രീ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതിയാണെന്ന് പറഞ്ഞു. അതിനകത്ത് ഹൈ ഈൽഡിംഗ് വെറൈറ്റി വിത്തിനങ്ങളുടെ ഉപയോഗം, അതുപോലെ വ്യാപകമായ ഇറിഗേഷൻ ജലസേചന സൗകര്യങ്ങളുടെ ഉപയോഗം, ഉയർന്ന തോതിലുള്ള രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും ഉപയോഗവും ഒക്കെ കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഈ ഹരിത വിപ്ലവം എന്നൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമുക്ക് പറയാൻ സാധിച്ചു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ചു പോയ കാര്യമാണ്. അപ്പോൾ സമാനമായ രീതിയിൽ കാർഷിക രംഗത്തെ ഉന്നമനം ലക്ഷ്യമാക്കി ഹരിത വിപ്ലവം കാർഷിക വിളകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ അതിൽ ചില ഡ്രോബാക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യവുമാണ്. പർട്ടിക്കുലർലി ചില വിളകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുപോയി ഹരിത വിപ്ലവം. എന്നാൽ പല തരത്തിലുള്ള ക്രോപ്പുകൾക്കും ഭക്ഷ്യവിളകൾക്കും കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടും പോയി എന്ന് പറയും. അപ്പോൾ കുറച്ച് ലോക്കലൈസ്ഡ് ആയിപ്പോയി. അതുപോലെ തന്നെ റീജിയണൽ ഡിസ്പാരിറ്റീസ് കൊണ്ടുവന്നു. അതായത് പ്രാദേശികമായ അസമത്വങ്ങൾ കൊണ്ടുവരാനൊക്കെയും ഗ്രീൻ റവല്യൂഷൻ പാത്രമായി അല്ലെങ്കിൽ കാരണമായി എന്നൊക്കെ നമ്മൾ പറയും. പാത്രമല്ല, കാരണമായി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അക്കൂട്ടത്തിൽ ഈ കാർഷിക രംഗത്ത് തന്നെ ഉൾപ്പെടുത്തി നമ്മൾ പറയുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ ക്ഷീര ഉൽപാദന മേഖല എന്ന് പറയുന്നത്, ഡയറി ഡെവലപ്മെൻറ്റ് സെക്ടർ എന്ന് പറയുന്നതും. അതും കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽ തന്നെ നമ്മൾ പെടുത്തുന്നൊരു ഘടകമാണല്ലോ ക്ഷീരോൽപാദനം. അപ്പോൾ ഹരിത വിപ്ലവത്തിന് സമാനമായി ഇന്ത്യയിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായി വന്ന ഒരു പ്രത്യേകതരം ഒരു റവല്യൂഷണറി ആയിട്ടുള്ളൊരു മാറ്റം ഈ ക്ഷീരോൽപാദന രംഗത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കും. അതാണ് വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. എന്ത് റവല്യൂഷനാണ് മക്കളെ? വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നൊരു അപരനാമമൊക്കെ നമ്മളിതിന് വിളിക്കാറുണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് ഈ പറയുന്ന വൈറ്റ് റവല്യൂഷനെയാണ്. മിൽക്ക് ഈസ് വൈറ്റ് ഇൻ കളർ, അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. വെളുത്ത നിറത്തിലെ പാലുൽപാദനം അല്ലേ, അതാണ് മിൽക്ക് ഉൽപാദനത്തിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ഉൽപാദകം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഒരു റവല്യൂഷണറി ആസ്പെക്റ്റ് ആയിരുന്നു ഈ വൈറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുക. സോ വൈറ്റ് റവല്യൂഷൻ എന്ന കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുക. വൈറ്റ് റവല്യൂഷൻ്റെ പൂർണ്ണമായൊരു വിശകലനം നമ്മൾ ഇതിനകത്ത് നടത്തും. വൈറ്റ് റവല്യൂഷൻ കാരണങ്ങൾ, ഫേസസ്, എത്ര ഫേസസിലായിട്ട് നടപ്പാക്കി, എന്ന് നടപ്പാക്കി, എവിടെ നടപ്പാക്കി, ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ടേഴ്സ്, അതിൻ്റെ പിന്നീട് എന്തെങ്കിലും മറ്റൊരു വൈറ്റ് റവല്യൂഷൻ ആരംഭിക്കുന്നുണ്ടോ, അടുത്തിടെയൊക്കെ ചർച്ചാ വിഷയമാകുന്നുണ്ട് ചില കാര്യങ്ങളെന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഈ കൂട്ടത്തിൽ പഠിച്ചു പോവും. നിങ്ങൾ റീസെൻ്റ്ലി ഒക്കെ കേട്ടിട്ടുണ്ട് 2024 പുതിയൊരു വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു വൈറ്റ് റവല്യൂഷൻ 2.0 എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭത്തിനൊക്കെ ഗവൺമെൻറ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഈ പറയുന്ന എല്ലാ ആസ്പെക്റ്റുകളും നോക്കി തന്നെ വൈറ്റ് റവല്യൂഷനുമായിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് ആദ്യം ചില ചോദ്യങ്ങൾ ഈ വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടത് ചോദിച്ചത് ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ട് നമുക്ക് എന്തായാലും ഒന്ന് മുന്നോട്ട് പോകാം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ ആഴത്തിൽ പഠിച്ചു പോകും. അത്ര കണ്ട് ആഴത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല, എന്നിരുന്നാലും നമ്മൾ ആഴത്തിൽ തന്നെ പഠിച്ചു പോകും. ഇനി പ്രതീക്ഷിക്കാവുന്നത് ചിലപ്പോൾ ആഴത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിലോ, അതുകൊണ്ട് നമ്മൾ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല, ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ചോദ്യം, ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഇൻ ഇന്ത്യ ആരാണ്? ഗോപാൽ ചന്ദ്ര ദേ ആണോ, ഡോക്ടർ വർഗീസ് കുര്യനാണോ, MS സ്വാമിനാഥനാണോ, BD സിംഗ് ആണോ? ചോദ്യം ഉത്തരം നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം. വൈറ്റ് റവല്യൂഷൻ നിങ്ങൾ ഒരു ചെറിയ തോതിലെങ്കിലും പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി പറഞ്ഞു കാണും. രണ്ടാമത്തെ ചോദ്യം, I too had a dream is an autobiography of. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, I too had a dream എന്നത്? ഡോക്ടർ സോമനാഥിൻ്റെ ആണോ, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റേതാണോ, ഡോക്ടർ വർഗീസ് കുര്യൻ്റേതാണോ, ഡോക്ടർ KM ചെറിയാൻ്റേതായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഉത്തരം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, വർഗീസ് കുര്യൻ്റേതായിരുന്നു എന്നുള്ളത്. ഏതായാലും ഇതൊക്കെ ഈ പറയുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്നാണ് പറഞ്ഞത് അല്ലേ. അഗെയിൻ സെയിം ക്വസ്റ്റ്യൻ, I too had a dream എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു ബയോഗ്രഫിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ
നമ്മുടെ ഡയറി സെക്ടർ അല്ലെങ്കിൽ ക്ഷീരോത്പാദന മേഖലയിലേക്ക് പതുക്കെ ഒന്ന് കടന്നു പോകാൻ പോവാണ് നമ്മൾ. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇന്ത്യ എന്ന രാജ്യം പൊതുവേ വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വെജിറ്റേറിയൻ രാജ്യമായിട്ടാണ് കേട്ടോ. ഇന്ത്യ ആസ് എ വെജിറ്റേറിയൻ ഒരു രാജ്യമാണെന്നൊക്കെ രീതിയിലാണ് അറിയപ്പെടുക. ഈ വെജിറ്റേറിയൻ രാജ്യമാണെങ്കിലും ഈ ക്ഷീരോൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യവുമാണ് ഇന്ത്യ. ഇത് ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ക്ഷീരോൽപാദന രംഗത്തെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കിക്കാണുകയും ഡയറി പ്രോഡക്ട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാട് മനസ്സിലാക്കിക്കൊണ്ട് അവ വേണ്ടുവോളം ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. താരതമ്യേനെ ഇന്ത്യയേക്കാൾ കൂടുതൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഡയറി പ്രോഡക്റ്റുകളാണ് മറ്റ് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യ ഇന്നും കുറേയൊക്കെ പ്രോസസ്ഡ് അല്ലാത്ത കുറച്ച് കാലങ്ങളിൽ നമ്മുടെ പ്രാചീനം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു ഒരു റെട്രോസ്പെക്റ്റ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റുന്നത് അത്ര കണ്ട് പ്രോസസ്ഡ് അല്ലാത്ത റോ ഡയറി പ്രോഡക്ട്സിൻ്റെ യൂട്ടിലൈസേഷൻ കൂടുതൽ ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസിങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇതേ ഇന്ത്യ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ഗ്ലോബലി നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് ചിലരെങ്കിലും ചിലപ്പോൾ എതിരഭിപ്രായം പറഞ്ഞേക്കാം. എതിരഭിപ്രായം വരേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഏറ്റവും കൂടുതൽ കൗ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയല്ല. ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൗ മിൽക്ക് അല്ലെങ്കിൽ കാറ്റൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് USA ആണ്, അമേരിക്കയാണ് കേട്ടോ. എന്നാൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ തന്നെയാണ്. അപ്പം മിൽക്ക് കൗ മാത്രമല്ല തരിക, നമുക്കറിയാം ഗോട്ട് മിൽക്ക് ഉണ്ട്, ബഫലോ മിൽക്ക് ഉണ്ട്. അതിൽ ബഫലോ മിൽക്കൊക്കെയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എരുമപ്പാൽ എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ എരുമപ്പാലൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനിൽ നിൽക്കുന്നത്, പശുവിൻ പാലിനേക്കാൾ കൂടുതലെന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടക്കുന്ന രാജ്യം ഇന്ത്യയെന്നും ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയെന്നും വേണം നിങ്ങൾ സൂചിപ്പിക്കാനായിട്ട്. അപ്പോൾ ലോകത്തിലെ ആകെ പാൽ ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 25% വരുന്ന കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര ശതമാനം മക്കളെ? ഏകദേശം 25% ഓഫ് ദി ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഗ്ലോബൽ മിൽക്ക് എന്നേ പറയുന്നുള്ളൂ, കൗ മിൽക്ക് എന്ന് പറയുന്നില്ല. ദ പ്രൊഡക്ഷൻ ബൂം, a national output surged to 247.87 million tons in 2024-25, a growth of 3.58% over the previous year. മിൽക്ക് പ്രൊഡക്ഷൻ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകളെ പോലെയല്ല, കുറച്ചുകൂടിയൊക്കെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും കുറച്ചുകൂടിയൊക്കെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. അത് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം 247.87 മില്യൺ ടൺസാണ് നമ്മുടെ നാഷണൽ മിൽക്ക് പ്രൊഡക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, 2024-25 വാല്യൂ. എന്നാൽ ഈ വാല്യൂ ഭീമമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എപ്പോഴും തൊട്ടു മുന്നിലത്തെ വർഷത്തെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്താലേ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ആ തൊട്ടു മുന്നത്തെ വർഷത്തെ വാല്യൂമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഏകദേശം 3.5% മുകളിലുള്ളൊരു ഗ്രോത്ത് നമ്മുടെ ഡയറി സെക്ടറിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറി സെക്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ട്രെൻഡ് ഇസ് ഓൺ ദി അപ്വേർഡ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. GDP കോൺട്രിബ്യൂഷൻ നോക്കിയാലോ, ഇന്ത്യയിലെ ടോട്ടൽ GDP വാല്യൂവിൻ്റെ ഏകദേശം 5% നാഷണൽ GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഡയറി സെക്ടറാണ്. 5% വരുന്ന GDP കോൺട്രിബ്യൂഷൻ ഡയറക്ട്ലി കമ്മിങ് ഫ്രം ദി ഡയറി സെക്ടർ. മാർക്കറ്റ് വാല്യൂഷൻ നോക്കിയാൽ ദ ഇന്ത്യൻ ഡയറി മാർക്കറ്റ് റീച്ച്ഡ് എ വാല്യൂ ഓഫ് ₹21,318.5 ബില്യൺ ഇൻ 2025. ഇത് വലിയൊരു പ്രാധാന്യം കൊടുത്ത് നമ്മൾ PSCക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ട, എന്നാലും കണക്കാണ്, ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. മാർക്കറ്റ് വാല്യൂഷൻ ഏകദേശം 21,000 ബില്യണാണ് 2025 21,318 ബില്യണാണ് മാർക്കറ്റ് വാല്യൂവേഷൻ. ഡയറി സെക്ടറിൻ്റെ ഡയറി മാർക്കറ്റിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ മോണിറ്ററി കോൺട്രിബ്യൂഷൻ മണി വാല്യൂ എന്ന് പറയുന്നത് 21,318 ബില്യൺ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക 2025 കണക്ക് പ്രകാരം. And it sustains over 8 crore farmers, primarily small and marginal. അല്ലേ, സാധാരണഗതിയിലുള്ള സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് കൂടുതൽ, സ്മോൾ മാർജിനൽ മാത്രമല്ല വലിയ ഫാം ഹൗസുകൾ നടത്തുന്ന ടീംസും ഒക്കെ ഡയറി പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും 8 കോടിയോളം വരുന്ന ജനസംഖ്യയെ എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു? ആ ലൈവ്ലിഹുഡിന് ഡയറി സെക്ടർ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേറ്റ് വൈസ് ഡയറി പ്രൊഡക്ഷനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഡയറി പ്രോഡക്ട്സിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഇന്ന് സംശയം പറയാം, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കാം, ഉത്തർപ്രദേശ് ആണെന്ന് പറയാം.
രാജ്യത്തെ മൊത്തം ഉൽപ്പാദനത്തിന് 15.6% ഉൽപ്പാദനം വരുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ ഷെയർ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമോ അത് രാജസ്ഥാനാണെന്നും പഠിച്ചിരിക്കുക. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. 14.8% രാജസ്ഥാനിൽ നിന്നുള്ള ഡയറി സെക്ടറൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അത് എത്ര മില്യൺ ടൺസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലതുവശത്തെ ടേബിളിൽ ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാധ്യത വളരെ കുറവാണ് എത്ര മില്യൺ ടൺസ് എന്ന ചോദ്യം വരാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ പെർസെൻറ്റേജ് കണക്ക് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുതലും കുറവാരാന്നുള്ളത് മനസ്സിലാവും. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. പക്ഷേ ഈ മധ്യപ്രദേശ് എന്ന സംസ്ഥാനം മൂന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് 9.1% കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും സ്ഥാനത്ത് നിലകൊള്ളുന്ന സംസ്ഥാനങ്ങൾ തമ്മിൽ പാലിൻ്റെ പ്രൊഡക്ഷനിൽ ഏറിയ വ്യത്യാസമൊന്നും കാണാനില്ല. 15.6ഉം 14.8ഉം ഏകദേശം 0.8% മാത്രം മിൽക്ക് പ്രൊഡക്ഷനിൽ ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മില്യൺ ടൺസിലെ വാല്യൂ നോക്കിയാലും മനസ്സിലാകും. 38.8 മില്യൺ ടണ്ണും 36.7 മില്യൺ ടണ്ണും ഏകദേശം 2 മില്യൺ ടൺസിൻ്റെ വ്യത്യാസമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ളതെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സംസ്ഥാനം തമ്മിലുള്ള വ്യത്യാസം എന്നിട്ട് ഏകദേശം 14 മില്യൺ ടൺസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഏകദേശം 14 മില്യൺ ടൺസ്. അതായത് നിങ്ങൾ പെർസെൻറ്റേജ് കണക്ക് നോക്കിയാലും വി ക്യാൻ സീ ദാറ്റ് ഹ്യൂജ് ഡിഫറൻസ് ഫ്രം നമ്പർ 2 ആൻഡ് നമ്പർ 3. അതല്ലാണ്ട് നിങ്ങൾ മില്യൺസിൽ ഉള്ള പ്രൊഡക്ഷൻ കണക്കിൻ്റെ നമ്പർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹ്യൂജ് ഡെഫിസിറ്റാണ് മൂന്നാമത്തെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുക. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ സംസ്ഥാനങ്ങൾ ഏറെക്കുറെ മത്സരബുദ്ധിയോടുകൂടി കിടപിടിച്ച് നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് അവർ തമ്മിൽ വലിയൊരു ഏറ്റക്കുറച്ചിൽ പറയാനില്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മധ്യപ്രദേശിൻ്റെ പ്രൊഡക്ഷൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറവാണ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഏകദേശം 5% കുറവ് പ്രൊഡക്ഷൻ സംഭവിക്കുന്നതാണ് മധ്യപ്രദേശിൽ കാണാൻ പറ്റുക. ഈ ഒരു അവലോകനം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എത്തരത്തിൽ ആ ചോദ്യം വരിക എന്നറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആസ്പെക്റ്റും കൂടി പറഞ്ഞത്. 4ാം സ്ഥാനത്ത് ഗുജറാത്ത്, 5ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. ഗുജറാത്ത് ആയിരിക്കും ഏറ്റവും അധികം ഇന്ത്യയിൽ പാലുൽപാദനം നടത്തുക എന്നായിരിക്കും പല കുട്ടികളും കരുതുക. അതിന് പല കാരണങ്ങളുണ്ട്. ഒരുവിധം പഠിച്ച കുട്ടികൾ പല കാര്യങ്ങളും പഠിച്ച കുട്ടികൾക്കൊക്കെ ഗുജറാത്തിലേക്ക് പാലുൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു മുൻപന്തിയിൽ ഗുജറാത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷ വരും. നമ്മളിന്ന് പഠിക്കുന്ന ഈ വൈറ്റ് റവല്യൂഷൻ്റെ പോലും ആരംഭം ഗുജറാത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂട്ടി യോജിപ്പിച്ച് വായിക്കുമ്പോൾ ഗുജറാത്താണ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലെന്ന് കരുതുമെങ്കിലും ഗുജറാത്ത് ഉൽപ്പാദനത്തിൽ 4ാം സ്ഥാനത്താണെന്ന് പഠിച്ചിരിക്കുക. 5ാം സ്ഥാനത്ത് വരുന്നയാളോ മഹാരാഷ്ട്ര. 5ാം സ്ഥാനത്ത് വരുന്നയാൾ ആരാ മക്കളെ? മഹാരാഷ്ട്രയുമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ആദ്യ 5 സംസ്ഥാനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട് ആദ്യ 5 സ്ഥാനങ്ങളിൽ വരുന്ന സംസ്ഥാനങ്ങൾ ഷുവറായിട്ടും പഠിച്ചിരിക്കണം, മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ആരൊക്കെയാണ്? ആദ്യത്തെ സ്ഥാനം ഉത്തർപ്രദേശ്, 2 രാജസ്ഥാൻ, 3 മധ്യപ്രദേശ്, 4 ഗുജറാത്ത്, 5 മഹാരാഷ്ട്ര. ഈ സംസ്ഥാനങ്ങളുടെ നിരക്കുകൾ ഷെയർ എത്രയാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യ 5 റാങ്കിൽ 5ാമത് നിൽക്കുന്ന മഹാരാഷ്ട്ര 6.7% പ്രൊഡക്ഷനും 1ാമത് നിൽക്കുന്ന ഉത്തർപ്രദേശ് 15.6%. ഏകദേശം 5ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തെ അപേക്ഷിച്ച് 3 മടങ്ങോളം കൂടുതൽ പ്രൊഡക്ഷനാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഉത്തർപ്രദേശ് കോൺട്രിബ്യൂട്ട്സ് അപ്രോക്സിമേറ്റ്ലി 3 times more production than the state of Maharashtra when it comes to മിൽക്ക് പ്രൊഡക്ഷൻ. ഇങ്ങനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കണക്ഷൻ കൂടി പറഞ്ഞത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ടേബിൾ, ഇഫ് യു ആർ അനലൈസിങ് ദ ടേബിൾ, യു ഷുഡ് മേക്ക് ഷുവർ ദറ്റ് യു ആർ ഹാവിങ് എ കണക്ഷൻ, യു ആർ മേക്കിംഗ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. ഓക്കെ, സ്റ്റേറ്റുകൾ തമ്മിലൊരു കണക്ഷൻ കൂടി ഉണ്ടാവുന്നു എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക, ഉറപ്പുവരുത്തുക. പോകാമല്ലോ? ശരി. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. 2001, 2002ലെയും 2021-22 വരെയുള്ള കണക്കിൻ്റെയാണ് ടേബിളാർ ഫോർമേഷനിൽ ഇവിടെ കാണുന്നത്. നിങ്ങളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അതിനുശേഷമുള്ള വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് രാജസ്ഥാനും ഉത്തർപ്രദേശും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ച് നിൽക്കുന്ന പോലെയായിരിക്കും. നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ആരാണ് മുന്നിലെന്നുള്ളത് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. രാജസ്ഥാൻ ആയിരുന്നത് ചിലപ്പോൾ ഉത്തർപ്രദേശാവും, ചിലപ്പോൾ രാജസ്ഥാനാവും. ഇതിങ്ങനെ മാറി മാറി നിൽക്കുന്ന കോൺട്രിബ്യൂഷനാണ്. ഇതിൽ ഗ്രോത്ത് റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുക. പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിൽ നിന്ന സംസ്ഥാനം ആരാന്ന് നമ്മൾ പറഞ്ഞു? ഉത്തർപ്രദേശാണ്. 2ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. 3ാം സ്ഥാനത്ത് മധ്യപ്രദേശ്, 4 ഗുജറാത്ത്, 5 മഹാരാഷ്ട്ര. ഈ ഒരു ലെവൽ നമ്മൾ പഠിച്ചു. എന്നാൽ ദ സ്റ്റേറ്റ് വിച്ച് ഡെമോൺസ്ട്രേറ്റ് ദ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ ഓവർ ദ ലാസ്റ്റ് 2 decades ഇസ് ആക്ച്വലി രാജസ്ഥാൻ.
ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് കാണിച്ചു നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് കാണിച്ചു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ് കേട്ടോ. അതുകൂടി ഓർത്തിരിക്കുക. കഴിഞ്ഞ ഒരു ദശകത്തിലെ കണക്ക് വെച്ച് നോക്കാം. 2001 മുതൽ 2021 അല്ലെങ്കിൽ 2002 മുതൽ 2022 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനത്തിലെ വർധനവ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നിന്നത് രാജസ്ഥാനാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. രാജസ്ഥാൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരായിരിക്കും? 19 ഉത്തർപ്രദേശ് തന്നെയാണ്. സ്വാഭാവികമായും പ്രൊഡക്ഷനിൽ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയാണ്. അയാളാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുക. 2001-2002 കണക്കിൽ രാജസ്ഥാൻ 36% ഗ്രോത്ത് കാണിച്ചിരുന്നതെങ്കിൽ 2021-22 വന്നപ്പോൾ അത് കുറഞ്ഞ് 29% ഗ്രോത്തിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് അന്ന് ഉത്തർപ്രദേശിൻ്റെ ഗ്രോത്ത് 19% എങ്കിൽ അത് ഇപ്പോൾ 2021-22 ആയപ്പോഴേക്കും അത് 15% എത്തിയിട്ടുണ്ട്. കാരണം ഗ്രോത്ത് എപ്പോഴും ഇല്ലായ്മയിൽ നിന്നാണല്ലോ നമ്മളെപ്പോഴും വളരുക. അപ്പോൾ വളരുന്നതനുസരിച്ച് നമുക്ക് ഇനി വളരാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ടുകൂടി അങ്ങനെയും കൂടി കണക്കാക്കിയാൽ മതി. അല്ലാതെ ഗ്രോത്ത് റേറ്റ് മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ കുറയുന്നു എന്ന് കരുതണ്ട. നമ്മൾ ഓൾറെഡി ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ കുറേ ഉണ്ടായിരുന്നു 2001-22 ആ സമയത്ത്. ഇഷ്ടംപോലെ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ ഇനിയുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. വി ഹാവ് ട്രൈഡ് ഹാർഡ് ആൻഡ് വി ഹാവ് അച്ചീവ് 19% ഇൻ ഉത്തർപ്രദേശ്, 36% ഇൻ രാജസ്ഥാൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. 2001-2002 എത്തിയപ്പോഴേക്കും കുറേ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സോ വി ഡോണ്ട് ഹാവ് ഇനഫ് റൂം ഫോർ ഇംപ്രൂവ്. ഇനി നമുക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാനുള്ള ഒരു അവന്യൂ ഇല്ല, ഒരു സ്പേസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ തോത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിൻ്റെ തോത്, പ്രൊഡക്ഷൻ വലിയ നമ്പറിൽ തന്നെ നിൽക്കും, പക്ഷേ അതിൽ നിന്ന് ഓരോ വർഷത്തിൽ നിന്നുള്ള ഗ്രോത്ത് നമുക്ക് അധികം കൂടുന്നതായിട്ട് കാണാൻ പറ്റില്ല ഈ ഒരു പഴയ സാഹചര്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് ഈ നമ്പേഴ്സ് ഇൻഡിവിജ്വലി നോക്കുന്ന സമയത്ത് നമ്പേഴ്സ് കുറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുക. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് നിങ്ങൾ ഗുജറാത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിലെ 10% ആയിരുന്നു 2001-22 പ്രൊഡക്ഷൻ ആയിരുന്നു എങ്കിൽ ഇന്ന് ഗുജറാത്തിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് 15% ആണ്. അതായത് 2001-2002 കൂടുതൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ്, പ്രൊഡക്ഷൻ അല്ല ഗ്രോത്ത് റേറ്റ്, ക്ഷമിക്കുക, ഗ്രോത്ത് റേറ്റ് ആര് കാണിക്കുന്നുണ്ടെന്ന് പറയാം? ഗുജറാത്ത് കാണിക്കുന്നുണ്ടെന്ന് പറയാം. ബാക്കി സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒരു ചെറിയ ഗ്രോത്ത് റേറ്റ് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ബീഹാറും കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തത് കാണാൻ പറ്റും. ബീഹാർ 3% ഗ്രോത്ത് എങ്കിൽ ഇപ്പോൾ 2021-22 കാലഘട്ടങ്ങളിൽ ബീഹാറിൻ്റെ ഗ്രോത്ത് 5% വർദ്ധിച്ചത് കാണാൻ സാധിക്കും. ബാക്കി എല്ലായിടത്തും നടന്നിരിക്കുന്നത് ചെറിയ നാമമാത്രമായ വ്യത്യാസങ്ങൾ മാത്രം, മോറോർലെസ് സെയിം, സ്റ്റാഗ്നൻ്റ്. ആന്ധ്രാപ്രദേശൊക്കെ സെയിമാണ്. അന്നും 7% ഗ്രോത്ത്, ഇന്നും 7% ഗ്രോത്ത് അല്ലേ. അതുപോലെ ഗുജറാത്ത്, പഞ്ചാബ് ഇവിടെ പഞ്ചാബ് 10%, ഇന്ന് അത് 6% വന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര 8% 6% വന്നിട്ടുണ്ട്. യെസ്, ഇത് അതേഴ്സാണ് കേട്ടോ. ഈ ഒരു 7%, അത് 9% എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കൂടുതലുള്ള കോൺട്രിബ്യൂഷൻ. പക്ഷേ ഒരു ജനറൽ അനാലിസിസ് നിങ്ങൾ ഗ്രോത്തിൻ്റെ കാര്യത്തിലുള്ളത് ഒന്ന് നോക്കി വെച്ചേക്കുക എന്നുള്ളതാണ്. ഇനി പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് നമ്മളൊന്ന് നോക്കിയാൽ, പെർ ക്യാപിറ്റ അവൈലബിലിറ്റി, അതായത് ഒരാൾക്ക് കിട്ടുന്ന മിൽക്കിൻ്റെ ക്വാണ്ടിറ്റീനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അല്ലേ. ദ നാഷണൽ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് ഈസ് 459 gram per day. ഒരു ദിവസം 459 gram, വിച്ച് ഈസ് ഹയർ ദാൻ ദി ഗ്ലോബൽ ആവറേജ് ഓഫ് 323 gram per day. അതായത് ഒരു ദിവസം ഇന്ത്യയിലുള്ള ഒരാൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ദിവസം കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്ന മിൽക്കിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 459 gram per day ആണെന്നാണ് പറയുന്നത്. ഈ 459 grams ഒരു ദിവസം മിൽക്ക് കൺസപ്ഷന് നമുക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അത് ഗ്ലോബൽ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ആയിട്ടുള്ള 323 grams per ഡേയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കേണ്ട ഇൻഫറൻസ് അതാണ്, ഗ്ലോബൽ ആവറേജ് പെർ ക്യാപിറ്റ അവൈലബിലിറ്റിയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണോ? ഇന്ത്യയുടെ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് ഇസ് ലാർജർ ദാൻ ഓർ ഇസ് ഹയർ ദാൻ ദി പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് ഓഫ് ദി വേൾഡ്. അപ്പോൾ വേൾഡ് ആവറേജിനേക്കാൾ കൂടുതൽ അവൈലബിലിറ്റി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ കൂടുതൽ അവൈലബിലിറ്റി ഉള്ളതാണ് ഇതിൽ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സംസ്ഥാനങ്ങൾ കൂടുതൽ അവൈലബിലിറ്റി ഉള്ള സംസ്ഥാനങ്ങളെ നമ്മൾ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഉള്ള സംസ്ഥാനങ്ങളെ റെഡിലോട്ട് വരുന്നതിനനുസരിച്ചിട്ട് അവൈലബിലിറ്റി കുറവ് എന്നാണ് ആ ഒരു നമ്പർ ഗ്രാംസ് പെർ ഡേയുടെ കാര്യത്തിൽ. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 200 gram ഒരു ഗ്ലാസ് ആയിട്ട് കണക്കാക്കുക, ഈക്വൽ ടു 1 glass ഓഫ് മിൽക്ക്, അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ നമുക്കോ 459 gram ഒരു ദിവസത്തെ അവൈലബിലിറ്റി, അതായത് 2 glass മിൽക്ക് കിട്ടും എന്നുള്ള സാരം.
ഇത് നാഷണൽ ആവറേജ് ആണ് മൊത്തത്തിലുള്ള ഇന്ത്യൻ വാല്യൂ. പക്ഷേ ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ വാല്യൂവിന് വ്യത്യാസമുണ്ട്, ശരിയല്ലേ? ഓരോ സംസ്ഥാനങ്ങളും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ രാജസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഞ്ചാബ്, ഹരിയാന ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി കാര്യത്തിൽ അവർ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. 1118 ഗ്രാംസ് പെർ ഡേ ആണ് പഞ്ചാബിൻ്റെ അവൈലബിലിറ്റി. ഹരിയാനയിൽ 1087 ആണ്. ഉത്തർപ്രദേശ് വരുമ്പോൾ 371. കാരണം ഉത്തർപ്രദേശിലെ പോപ്പുലേഷൻ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പഞ്ചാബിലും ഹരിയാനയുടെയും പെർ ക്യാപിറ്റ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 1181 ഗ്രാംസ് പെർ ഡേയും, അതായത് ഏകദേശം 1100 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5.5 ഗ്ലാസ് ഓളം വരുന്നുണ്ട് കേട്ടോ. 5.5 ഗ്ലാസസ് ഓഫ് മിൽക്ക് എന്ന രീതിയിൽ കണക്ക് വരുന്നുണ്ട്. അതുപോലെ ഹരിയാനയിലാണെങ്കിലും അതെ 1087 ഗ്രാം പെർ ഡേ ആണ്. 1087 ഗ്രാം പെർ ഡേ. ഓക്കെ, അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് വരുന്നത് പഞ്ചാബിലാണ്. എവിടെയാണ്? പഞ്ചാബിലാണ്. പഞ്ചാബിൽ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബ് എന്ന് പറയാം. രണ്ടാമത്തത് ഹരിയാനയാണ്. പിന്നെ വരുന്നത് രാജസ്ഥാനാണ്. 870 നമ്പർ. രാജസ്ഥാൻ നമ്പർ എത്രയാണ്? 870 ഗ്രാം പെർ ഡേ. 870 ഗ്രാം പെർ ഡേ. ഓൾമോസ്റ്റ് 4 ഗ്ലാസിന് മുകളിൽ പാല് കിട്ടുന്ന അവസ്ഥയാണ്. പിന്നെ 870 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 626 ഗുജറാത്താണ്. ദെൻ കംസ് ഗുജറാത്ത്. അത് കഴിഞ്ഞാൽ ആന്ധ്രയാണ് 623. പിന്നെ വരുന്നത് മധ്യപ്രദേശ് മധ്യപ്രദേശല്ല, പിന്നെ വരുന്നത് ഹിമാചൽ പ്രദേശാണ് 565. ഹിമാചൽ പ്രദേശ്. ദെൻ കംസ് മധ്യപ്രദേശ് 538 എന്ന് പറയുക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്തരാഖണ്ഡ് 455. ബാക്കിയുള്ളതൊക്കെ കുറവാണ്. ബാക്കി പിന്നെ തെലങ്കാന 350, കർണാടക 344, തമിഴ്നാട് 322, പിന്നെ 266 മഹാരാഷ്ട്ര, 251 ബീഹാർ. കേരളമൊക്കെ വളരെ കുറവാണ്. 189 ഗ്രാം പെർ ഡേ ആണ് കേരളത്തിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് ഒരാൾക്ക് കഷ്ടി ഒരു ഗ്ലാസ് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കുറച്ച് പഴയ കണക്കാണെങ്കിലും ദ സെക്ടറൽ കോൺട്രിബ്യൂഷൻ റിമെയിൻസ് മോർ ഓർ ലെസ് ദ സെയിം. അതുകൊണ്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതാണ് അവസ്ഥ. ആൻഡമാനിലും ലക്ഷദ്വീപിൻ്റെയൊക്കെ കാര്യത്തിൽ കുറവാണ്. അതിൽ ആർക്കാ കൂടുതലെന്ന് വെച്ചാൽ ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിൽ 119 ഗ്രാം ഉണ്ട്, ആൻഡമാനിൽ 96 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും ചോദിച്ചാൽ ഓർത്തിരിക്കുക. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ലഡാക്കിനും ജമ്മു ആൻഡ് കാശ്മീരിനുണ്ട് 401. രണ്ടിലും 401. ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും 401 ഗ്രാം പെർ ഡേ എന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഗോവയ്ക്കൊക്കെ വളരെ കുറവാണ്, 71. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ പൊതുവേ കുറവാണ്. അതിൽ കൂടുതലുള്ളത് അരുണാചൽ പ്രദേശിന് മാത്രമാണ്. ബാക്കി ആസാം ഏറ്റവും കുറവുള്ളത് മിസോറാമാണ് 67. ഏറ്റവും കുറവുള്ളത് മിസോറാമാണ് 67. പിന്നുള്ളത് ആസാമാണ് 71. പിന്നെ നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയൊക്കെ ഓൾമോസ്റ്റ് ഒരേപോലെയാണ്, 80കളിൽ നിൽക്കുകയാണ്. ത്രിപുരയ്ക്ക് കൂടുതലുണ്ട് 129. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ത്രിപുര, രണ്ടാം സ്ഥാനത്ത് അരുണാചൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ ത്രിപുരയാണ് കേട്ടോ 129. പിന്നെ ഉള്ളത് അരുണാചൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോയി നോക്കണ്ട. എന്നാലും ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ആർക്കെന്ന് ചോദിച്ചാൽ പഞ്ചാബ്, പിന്നെ ഹരിയാന. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. ആദ്യത്തെ 2 പേര് നിങ്ങൾ പഠിച്ചിരിക്കുക. ഏറ്റവും കുറവ് ചോദിച്ചാൽ നമ്പറുകളിൽ ഏറ്റവും കുറവ് കണ്ടത് 71 അസം, ഗോവ. 64 മിസോറാം. യെസ്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് മിൽക്ക് അവൈലബിലിറ്റി പെർ ക്യാപിറ്റ അവൈലബിലിറ്റി കണ്ട സംസ്ഥാനം 64 മിസോറാമാണ്. ഏറ്റവും കുറവ് മിസോറാം, ഏറ്റവും കൂടുതൽ പഞ്ചാബ്, ഏറ്റവും കുറവ് മിസോറാം എന്നും മനസ്സിലാക്കിയിരിക്കുക. However, it varies from 329 grams in Maharashtra to 1283 grams in Punjab. നമ്മൾ ഇപ്പോൾ പറഞ്ഞ 1181 പിന്നെയും കൂടിയിട്ടുണ്ട് വാല്യൂ. അതാണ് 1283 329 പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ 260 എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അത് പിന്നെയും കൂടിയിട്ടുണ്ട്, 329 ഗ്രാം ആയിട്ടുണ്ട് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം. ഓക്കെ, പഞ്ചാബിലോ 1283. അതായത് നമ്പർ മാറിയെന്നേ ഉള്ളൂ, കോൺട്രിബ്യൂഷൻ്റെ ഷെയർ റിമെയിൻസ് ദ സെയിം. ഏറ്റവും കൂടുതൽ പഞ്ചാബ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ആനിമൽസിൽ നിന്നുള്ള ഈ ഒരു മിൽക്ക് പ്രൊഡക്ഷനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 31.94% ഓഫ് ദി ടോട്ടൽ മിൽക്ക് പ്രൊഡക്ഷൻ കംസ് ഫ്രം ഇൻഡിജിനസ് ബഫലോസ്. നമ്മുടെ തദ്ദേശീയമായ ഇന്ത്യയിൽ തന്നെ ബ്രീഡ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ തദ്ദേശീയമായിട്ടുള്ള എരുമകളിൽ നിന്നാണ് 31.94% ഓഫ് ദി ടോട്ടൽ മിൽക്ക് പ്രൊഡക്ഷൻ ഓഫ് ദ കൺട്രി ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്രോസ് ബ്രീഡ് കാറ്റിലാണ്. നമ്മുടെ സിന്ധി പശു അല്ലല്ലോ, നമ്മുടെ ഈ ജേഴ്സി പശു എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള പശുക്കളിൽ നിന്നാണ് 29.81%. പിന്നെ കാറ്റിലുകളിൽ നിന്ന്. ദ ഷെയർ ഓഫ് ഗോട്ട് മിൽക്ക് ഇസ് ആക്ച്വലി 3.3. വളരെ പരിതാപകരമാണ് ഗോട്ട് മിൽക്കിൻ്റെ കോൺട്രിബ്യൂഷൻ. കേവലം 3.3% മാത്രമേ ഉള്ളൂ. പിന്നെ എക്സോട്ടിക് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് കൗസും മറ്റുമൊക്കെ ആയിട്ട് വരുന്നതിൽ നിന്ന് ഒരു 1.86%. അത് നമുക്ക് കോൺട്രിബ്യൂഷനിൽ പറയാൻ പോലുമില്ല, തീരെ ചെറുതാണ്, നാമമാത്രമായതാണ്. So it is very evident from this statistics that
ദ മിൽക്ക് പ്രൊഡക്ഷൻ ബൈ ആനിമൽസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാണുന്നത് ബഫലോ മിൽക്കാണെന്ന് മനസ്സിലാക്കാം. ഇൻഡിജിനസ് ബഫലോസ് ആണ് 31.94% കോൺട്രിബ്യൂഷൻ വരുന്നത്. ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഡയറി ടു ദി അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് സെക്ടർ എന്ന് പറയുന്നത് ദ മിൽക്ക് ഗ്രൂപ്പ്, അതായത് മിൽക്ക്, അതുപോലെ പാല്, നെയ്യ്, പിന്നെ പാലിൽ നിന്ന് എടുക്കുന്ന വെണ്ണ, ബട്ടർ, അതുപോലെ ലസ്സി, ഇതൊക്കെയാണ് മിൽക്ക് ഗ്രൂപ്പ് എന്ന രീതിയിൽ നമുക്ക് പറയാം. മിൽക്കിൻ്റെ തന്നെ ഡെറിവേറ്റീവ്സ് ആണല്ലോ. സോ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് അപ്രോക്സിമേറ്റ്ലി 40% ഓഫ് ദി ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ ഫ്രം അഗ്രികൾച്ചർ, ലൈഫ് സ്റ്റോക്ക്, ഫോറസ്ട്രി ആൻഡ് ഫിഷിംഗ് സെക്ടേഴ്സ് ഇൻ 2022-2023. 2022-2023 കണക്കിൽ പ്രകാരം ഈ മിൽക്ക് ഗ്രൂപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഏകദേശം 40% എന്തിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂവിൻ്റെ 40%. ഏതൊക്കെ ഉൾപ്പെടുന്നതിൻ്റെ അഗ്രികൾച്ചർ, ലൈഫ് സ്റ്റോക്ക്, ഫോറസ്ട്രി, ഫിഷിംഗ്, ഇത്രയും സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂവിൻ്റെ 40% കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് ഡയറി സെക്ടറാണ്, അല്ലെങ്കിൽ മിൽക്കിൻ്റെ ഗ്രൂപ്പാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഈ സ്പീഷീസ് വൈസ് കോൺട്രിബ്യൂഷൻ നോക്കിയാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ട്രെൻഡ് ഇസ് ദ ഷിഫ്റ്റ് ടുവേർഡ്സ് കൗ മിൽക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് കൂടുതലും ഈ ബഫലോ മിൽക്കിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇന്ന് കൂടുതൽ ആൾക്കാർക്ക് കൗ മിൽക്ക് വേണം എന്നുള്ളതിൻ്റെ റിക്വയർമെൻറ്റ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇൻഡിജിനസ് ബഫലോ, ഇൻഡിജിനസ് കാറ്റിൽ, ക്രോസ് ബ്രീഡ് കാറ്റിൽ, അതർ മറ്റ് ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി അതിനകത്തുനിന്ന് എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. എനിഹൗ, cattle, all breeds of cattle contributes to 53.53% of total milk. അതിൽ ക്രോസ് ബ്രീഡ് കൗസ് സിംഗിൾ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ട് നിൽക്കുന്നു, 30.8%. ഇൻഡിജിനസ് നോൺ ഡിസ്ക്രിപ്റ്റ് കാറ്റിൽസ് എന്ന് പറയുന്നത് 20.8%. ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടെ തനത് പശുക്കളൊക്കെ ഇല്ലേ, നമ്മുടെ തനത് പശുക്കൾ, അതൊക്കെ 20.8%. ക്രോസ് ബ്രീഡ് പശുക്കൾ 30.8%. അപ്പോൾ കൂടുതൽ ആര് തന്നെയാണ് ക്രോസ് ബ്രീഡ് പശുക്കളിൽ നിന്നാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ഇൻഡിജിനസ് പശുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബഫലോസ് അക്കൗണ്ട് ഫോർ 43.15% ഓഫ് ദി നാഷണൽ പ്രൊഡക്ഷൻ. ബഫലോസ് അക്കൗണ്ട് ഫോർ 43.15% ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുക. ബഫലോസ്, ഇൻഡിജിനസ് ബഫലോ മാത്രമല്ല കേട്ടോ. ബഫലോ നമ്മൾ 31.93 പറഞ്ഞത് ഇൻഡിജിനസ് ബഫലോയുടെ കാര്യത്തിലാണിത്. ടോട്ടൽ ബഫലോസ് അക്കൗണ്ട് ചെയ്യുന്ന നാഷണൽ പ്രൊഡക്ഷൻ്റെ 43.15%. അതിൽ ഇൻഡിജിനസ് ബഫലോസ് ഓൾറെഡി പറഞ്ഞു നമ്മൾ 31.19 സംതിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോട്ട് കോൺട്രിബ്യൂട്ട്സ് ടു 3.32%, എസ്പെഷ്യലി ഇൻ ഹില്ലി ആൻഡ് എറിഡ് റീജിയൻസ്. അധികം മഴയോ അല്ലെങ്കിൽ എന്താ പറയുക പച്ചപ്പോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ, അധികം പുൽമേടുകളും മറ്റുമൊക്കെ കുറവായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗോട്ടിൻ്റെ റെയറിങ്, ഗോട്ടിനെ വളർത്തുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പൊതുവേ ഹിൽ സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ ആയിട്ട് ഗോട്ടിൻ്റെയൊക്കെ കൃഷി കൂടുതൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ പരിപാലനവും വളർത്തലും അതിൽ നിന്നുള്ള പ്രൊഡക്ഷനും കൂടുതൽ കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിരുന്ന ഇതിപ്പോഴത്തെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല 2001 കണക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടുപോവുകയും ചെയ്തു. അതിൽ നിന്ന് എന്തോ മാറ്റം വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോയി. അപ്പോൾ പണ്ട് കാലങ്ങളിൽ, തുടക്കങ്ങളിൽ ഈ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ റിക്വയർമെൻറ്റ്സും ഇന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർ ക്യാപിറ്റ ഡിമാൻഡ് നമ്മൾ കണ്ടതാണ്. സോ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യത്തിന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലയിടങ്ങളിലെങ്കിലും അത് കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ദർ ആർ സ്റ്റിൽ ഗ്യാപ്സ് ടു ബി ഫിൽഡ്. അപ്പോൾ ഇങ്ങനെ ഡയറി പ്രൊഡക്ഷൻ സെക്ടറിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാവുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന കോൺസെപ്റ്റിൽ ഡയറി ഉൽപ്പാദന മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന രീതിയിലൊരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. വൈറ്റ് റെവല്യൂഷൻ, അതർവൈസ് കോൾഡ് ആസ് ഓപ്പറേഷൻ ഫ്ലഡ്, എന്താ വിളിക്കുക, ഓപ്പറേഷൻ ഫ്ലഡ്, launched on 13th of January 1970, was the world's largest dairy development program and a landmark project of the India's National Dairy Development Board, NDDB. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയ ഏറ്റവും വലിയ പ്രൊജക്റ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ് 1970 ആരംഭിച്ച ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. It transformed India from a milk deficient nation into the world's largest milk producer, surpassing the United States in 1998 with about 22.29% of global output in 2018. ആ നമ്പർ നമ്മൾ പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് ഓർത്തിരുന്നാൽ മതി. 1998 US മറികടന്നെന്നുള്ളതാണ്. 70 തുടങ്ങിയ ഈ ഒരു പദ്ധതി 28 വർഷങ്ങൾക്ക് ഇപ്പുറം US ആണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഇന്നും പശുവും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പശുവും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന US തന്നെയാണ്, സംശയം വേണ്ട. ജനറൽ മിൽക്ക് പ്രൊഡക്ഷൻ ട്രെൻഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യ US-നെ മറികടന്ന് 1998 US-നെ മറികടക്കാൻ കാരണമായ ഓപ്പറേഷൻ ആണ് ഈ പറയുന്ന വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ, ദ ചെയർമാൻ ആൻഡ് ഫൗണ്ടർ ഓഫ് അമൂൽ, അല്ലേ, ആനന്ദ് മിൽക്ക് പ്രൊഡക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗുജറാത്തിലെ,
was named the chairman of NDDB, National Dairy Development Board, by Prime Minister Lal Bahadur Shastri. അന്ന് പ്രധാനമന്ത്രി ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1970 ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരിക്കെ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മനുഷ്യനെ, അമൂലിൻ്റെ ചെയർമാൻ ആൻഡ് ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മനുഷ്യനെ NDDBയുടെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഹൂസ് നോൺ ആസ് ദി ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ. ആര്? വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മനുഷ്യനാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. കുര്യൻ thrust the program towards success and has since been recognized as its architect. വൈറ്റ് റവല്യൂഷൻ്റെ ആർക്കിടെക്റ്റ് ആയിരുന്നു ചോദിച്ചാൽ നമ്മൾ വർഗീസ് കുര്യൻ്റെ പേര് തന്നെയാണ് പറയുക, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. The making of skim milk powder out of buffalo milk, termed the Anand pattern experiment, at Amul, was also instrumental to the program's success. The man who made this possible was Harichand Megha Dalaya, alongside Dr. Varghese Kurian. അപ്പോൾ ഡോക്ടർ വർഗീസ് കുര്യനോടൊപ്പം ഹരിചന്ദ് മേഘ ദലായ എന്ന മനുഷ്യനും കൂടി ചേർന്ന് അന്ന് റവല്യൂഷണറി ആയിട്ട് ഇന്ത്യയിൽ ആരംഭിച്ചൊരു പദ്ധതിയാണ് സ്കിംഡ് മിൽക്ക് പൗഡർ, പാൽ പൊടി ഉൽപ്പാദനം. നമ്മൾ പാൽ ഉൽപ്പാദനത്തെ പറ്റിയിട്ട് അറിയാം. പാലിനെ കൺസർവ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പാലിൽ എത്ര കണ്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്താലും അത് ഭക്ഷ്യയോഗ്യമല്ലാണ്ട് മാറും. പ്രിസർവേറ്റീവ്സ് നിയന്ത്രിത അളവിൽ മാത്രം ആഡ് ചെയ്യപ്പെട്ടുകൊണ്ട് പാലുകളെ പ്രിസർവ് ചെയ്ത് വെക്കുവാൻ സാധിക്കുക പരമാവധി 2-3 ദിവസം വരെ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഷെൽ ലൈഫ്, ഇതിനെ നമ്മൾ ഷെൽ ലൈഫ് എന്ന് പറയും. എത്ര കാലം കേടുകൂടാതെ നമുക്കിതിനെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനെയാണ് ഷെൽ ലൈഫ് എന്ന് സൂചിപ്പിക്കുക. സോ പാലിൻ്റെ ഷെൽ ലൈഫ് താരതമ്യേന കുറവായതിനാൽ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ, അപ്പം കൂടുതൽ ഉൽപ്പാദനം, ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉൽപ്പാദനം നടന്നുകൊണ്ടിരുന്നാലേ പാൽ ഉൽപ്പാദനങ്ങൾ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളെ കൊണ്ട് ഗുണമുള്ളൂ നാട്ടുകാർക്ക്, ശരിയല്ലേ? ഇപ്പോൾ എനിക്കിന്ന് പാല് വേണ്ടത് ഇന്ന് കറന്ന പാല് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നു, നാളെ ആകുമ്പോൾ ഇത് കേടായി പോവുക. ഇഫ് ഐ എം നോട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് പ്രിസർവേറ്റീവ്സ്, ഇന്നത്തെ പാല് നാളെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, പ്രത്യേകിച്ച് അത് എയറുമായിട്ടൊക്കെ കോൺടാക്റ്റ് വന്നാൽ. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടുന്ന പാൽ ഇന്ന് കൊണ്ട് ഞാൻ ഉപയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് റെഫ്രിജറേറ്റ് ചെയ്താൽ പോലും പരമാവധി നാളെയും കൂടി എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കും എന്ന രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു പാല് എനിക്ക് ഇന്നോ നാളെയോ എന്ന രീതിയിൽ ഉപയോഗിച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ 3-ാം ദിവസം ഇത് കേടാണ്, ആ കാശിൻ്റെ മൂല്യം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡെയിലി റിക്വയർമെൻ്റ് ആണ്, ശരിയാണ്. പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് റിക്വയർമെൻറ്റുമാണ്. അത് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ആവശ്യം വരും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപയോഗമില്ല. അപ്പോൾ ഇത് ബൾക്കായിട്ടൊന്നും ആൾക്കാർക്ക് വാങ്ങി സ്റ്റോർ ചെയ്യുവാനോ ഉപയോഗിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. പാല് ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലും നമ്മൾ ആലോചിച്ചാൽ, നമ്മുടെ വീട്ടിലേക്ക് പാല് വാങ്ങുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. ഇന്നിപ്പോൾ കവറ് പാല്, പാക്കറ്റ് മിൽക്ക് അവൈലബിൾ ആയതുകൊണ്ടൊരാശ്വാസമുണ്ട്. അല്ലെങ്കിൽ അതിഥികൾ വരുമ്പോൾ ചായ സൽക്കാരം നടത്താൻ നമ്മുടെ കയ്യിൽ പാലില്ലാണ്ടായി പോകും വീട്ടിൽ. അപ്രതീക്ഷിതമായി എന്താ പറയുക, ഏതെങ്കിലും അതിഥികൾ വീട്ടിൽ കയറി വന്നാൽ നമ്മളിൽ ഒരാൾ വീട്ടിൻ്റെ പുറകിലൂടെ ഇറങ്ങി ഓടും തൊട്ടടുത്ത കടയിലേക്ക് ഒരു കവർ പാല് വാങ്ങിക്കൊണ്ടുവന്ന് ചായ ഇടാനായിട്ട്, ശരിയല്ലേ? കാരണം നമ്മൾ സ്ഥിരമായി കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാല് വാങ്ങുന്നത് പകൽ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടാവാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും, അഡീഷണൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അഡീഷണൽ ഉണ്ടാവാനായിട്ട് നമ്മൾ കരുതേണ്ടി വരും. എന്നും ആരെങ്കിലും അഡീഷണൽ വരുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ കരുതേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നാളെ ആൾ വന്നാലോ മറ്റന്നാൾ ആൾ വന്നാലോ എന്ന് കരുതി നമുക്ക് ഒരിക്കലും പാല് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ പലഹാരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ, ഒരു ഡപ്പയ്ക്കകത്തിട്ട് വെച്ചിരുന്നാൽ അവിടെ ബിസ്ക്കറ്റോ ചിപ്സോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് അവിടെ ഇരിക്കും. ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയൊക്കെ അവിടെ ഇരുന്നോളും, കുഴപ്പമില്ല. ഇതിനിടയിൽ ഇത് തീർന്നാൽ മതി, വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിനൊരു ഷെൽ ലൈഫ് താരതമ്യേന കൂടുതലുണ്ട്. സോ വി ക്യാൻ സ്റ്റോർ ആൻഡ് വി ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ഫോർ സം വൺ. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ പാലിൻ്റെ കാര്യത്തിൽ അതില്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് വെൻ ഇറ്റ് കംസ് ടു ദി പ്രൊഡക്റ്റ്. ലാർജ് സ്കെയിലിൽ പാല് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്, വലിയ സ്കെയിലിൽ മില്യൻസ് ആൻഡ് മില്യൻസ് ടൺസ് ഓഫ് പാല് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ മില്യൻസ് വിറ്റ് തീർത്ത് ആൾക്കാരിലേക്ക് കൺസ്യൂമേഴ്സിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പാല് പിന്നെ ഉപയോഗശൂന്യമായി മാറും. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് പാലിൽ നിന്ന് മറ്റ് ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കുക, ഐസ്ക്രീം ഉണ്ടാക്കുക, നെയ്യ് ഉണ്ടാക്കുക, ബട്ടർ ഉണ്ടാക്കുക, കേർഡ്, തൈര് ഉണ്ടാക്കുക പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻഡസ്ട്രികൾ മാറി ചിന്തിച്ച് അതുമൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് ഇപ്പോൾ അതിനും വൻ ഡിമാൻഡായി. അപ്പോൾ ഇന്ന് നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്ര കണ്ട് ഡിമാൻഡ് നമുക്ക് ചെയ്യുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും വിറ്റ് തീർക്കാനുള്ള മാർക്കറ്റ് നമുക്കുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ്. ബട്ട് എനിഹൗ ഈ ഷെൽ ലൈഫ് മിൽക്കിൻ്റെത് കൂട്ടുന്നതിന് ഒരേ ഒരു മാർഗ്ഗമേ കണ്ടുള്ളൂ, അതിനെ മിൽക്ക് പൗഡറാക്കി മാറ്റാൻ പറ്റണം. മിൽക്ക് പൗഡർ ആക്കുക എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ആവിഷ്കരിക്കുന്നത് ഈ പറയുന്ന ഡോക്ടർ വർഗീസ് കുര്യനും ഹരിചന്ദ് മേഘ് ദലായും ഒക്കെ ചേർന്നിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു ആദ്യ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഈ പറയുന്ന വൈറ്റ് റവല്യൂഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് അതിന് വിളിച്ചത്? ആനന്ദ് പാറ്റേൺ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിന് വിളിച്ചത്. എന്താണ് അതിന് വിളിച്ചത്? ആനന്ദ് പാറ്റേൺ എക്സ്പെരിമെൻറ്റ്. ഗുജറാത്തിൽ ആനന്ദ് എന്നൊരു സ്ഥലമുണ്ട്. ആ ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്താണ് ഈ പറയുന്ന എക്സ്പെരിമെൻറ്റ് മുഴുവൻ കണ്ടക്ട് ചെയ്യപ്പെട്ട് വൈറ്റ് റവല്യൂഷൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ആനന്ദിലുള്ള ആ ഒരു മിൽക്ക് പ്ലാന്റിന് അമൂൽ എന്ന പേര് കൊടുക്കുന്നതും ആനന്ദ് പാറ്റേൺ ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് പേര് വരുന്നത്. എന്തിനുള്ള എക്സ്പെരിമെൻ്റാണത്? സ്കിംഡ് മിൽക്ക് പൗഡർ നിർമ്മിക്കുന്നതിന്, പാൽപ്പൊടി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയായിരുന്നു എന്നുള്ളതാണ്.
എവറി ഇയർ ഓൺ November 26 ഇന്ത്യ ഒബ്സർവ്സ് നാഷണൽ ഡയറി ഡേ അല്ലെങ്കിൽ നാഷണൽ മിൽക്ക് ഡേ ഇൻ കമമറേഷൻ ഓഫ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ വർഗീസ് കുര്യൻ. അതുകൊണ്ട് തന്നെ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യമായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നവംബർ 26 ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടുള്ള നവംബർ 26 നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കാറുണ്ട് ഇന്ത്യ എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. 2012 ഇദ്ദേഹം വന്നിരിക്കുന്നത്. ടൈറ്റിൽസ്: ഫാദർ ഓഫ് ദി വൈറ്റ് റവല്യൂഷൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. സിഗ്നിഫിക്കൻസ്: ട്രാൻസ്ഫോംഡ് ഇന്ത്യ ഇൻറ്റു എ മിൽക്ക് ഇമ്പോർട്ടിംഗ് നേഷൻ ടു ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക്. ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമായി ഇന്ത്യയെ മാറ്റിയെടുത്ത മനുഷ്യൻ, അതിൻ്റെ ശില്പി. എന്തൊക്കെയാണ് ഈ വൈറ്റ് റവല്യൂഷൻ എന്ന പ്രൊജക്റ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നോക്കിയാൽ, ദി ആനന്ദ് പാറ്റേൺ revolutionized the dairy industry by implementing the 3-tier cooperative model. ആനന്ദ് പാറ്റേണിൽ മറ്റ് ചില ഘടകങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കിംഡ് മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അതായത് അതൊരു 3-tier കോപ്പറേറ്റീവ് മോഡൽ ഈ പാലിൻ്റെ സെക്ടറിനകത്ത് കൊണ്ടുവരികയാണ്. ഒരു കോപ്പറേറ്റീവ് സെക്ടർ എന്ന രീതിയിൽ കൊണ്ടുവരികയാണ്. വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ. വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആനന്ദ് പാറ്റേൺ. എലിമിനേറ്റിംഗ് മിഡിൽമെൻ ആൻഡ് എൻഷുറിംഗ് ഫാമേഴ്സ് റിസീവ് ദ മെജോറിറ്റി ഓഫ് ദ പ്രോഫിറ്റ്. അതായത് മിഡിൽമെൻ, മറ്റ് ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കി മിഡിൽമെൻ പ്രോഫിറ്റ് കൊണ്ടുപോകുന്നില്ല, കർഷകർക്ക് തന്നെ ലാഭം കിട്ടണമെന്ന് ഉറപ്പാക്കിക്കൊണ്ടൊരു കോപ്പറേറ്റീവ് മോഡൽ ആരംഭിക്കും. നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ മിൽമയും ക്ഷീരയും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അതെല്ലാം കോപ്പറേറ്റീവ് സെക്ടേഴ്സാണ്. മിൽമയൊക്കെ കോപ്പറേറ്റീവ് സെക്ടറാണെന്നൊക്കെയറിയാം. സഹകരണ മേഖലയാണ്. അവിടെ ഈ കർഷകർക്ക് നേരിട്ട് സൊസൈറ്റികളിൽ കൊണ്ടുപോയി പാല് കൊടുത്ത് നേരിട്ട് കാശ് അവർക്ക് തന്നെ വാങ്ങാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. സമാനമായ സിറ്റുവേഷനെയാണ് ഈ സൂചിപ്പിച്ചത്. ഈ 1970 മുതൽ 96 വരെ അരങ്ങേറിയിരുന്ന ഓപ്പറേഷൻ ഫ്ലഡ് ഡയറക്റ്റഡ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച പോലെ മിൽക്ക് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സാങ്കേതിക വിദ്യ നമ്മളില്ല. അപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആയിട്ട് പറയാം. So successfully produced milk powder and condensed milk from buffalo milk for the first time in history, breaking the global monopoly held by cow milk producing nations. പശുവിൻ പാല് നിർമ്മിക്കുന്ന രാജ്യങ്ങൾ മാത്രം കൈവശം വച്ചിരുന്ന ഈ മിൽക്ക് പൗഡർ എന്ന മൊണോപ്പൊളിനെ തകർക്കാനായിട്ട് ഇന്ത്യയിലെ ഈ ഒരു ധവള വിപ്ലവത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മളും ബഫലോ മിൽക്കിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാൻ സാധിച്ചു, മിൽക്ക് പൗഡർ നിർമ്മിക്കുവാൻ സാധിച്ചു എന്നുള്ളത് പ്രൂവ് ചെയ്തു. അറിയാം, HM ദലായെയും അതുപോലെ ഡോക്ടർ വർഗീസ് കുര്യൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ ഒരു പരിപാടി നടന്നു. സിവിലിയൻ അവാർഡ്സ്. ശ്രീ വർഗീസ് കുര്യന് ലഭിച്ചിരിക്കുന്ന സിവിലിയൻ അവാർഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. 1965 പത്മശ്രീ, 1965 പത്മശ്രീ ലഭിച്ചു, 1966 പത്മഭൂഷൺ ലഭിച്ചു, 1999 പത്മവിഭൂഷൺ ലഭിച്ചു. എല്ലാം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അല്ലേ. പത്മശ്രീ ആദ്യമായി ലഭിച്ചു 1965 പത്മശ്രീ, 66 പത്മഭൂഷൺ, 99 പത്മവിഭൂഷണും കരസ്ഥമാക്കി അദ്ദേഹം. ഇന്റർനാഷണൽ അവാർഡ്സ് നോക്കിയാൽ റമൻ മഗ്സസെ അവാർഡ് 1963, അതുപോലെ വേൾഡ് ഫുഡ് പ്രൈസ് 1989 കരസ്ഥമാക്കിയിട്ടുള്ള മനുഷ്യനാണ്. ഓട്ടോബയോഗ്രഫി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ I too had a dream. ആരുടെ ഓട്ടോബയോഗ്രഫിയാണപ്പോൾ? ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് I too had a dream എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ കീ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പരിശോധിക്കാൻ ഈ ഒരു ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സ്വാഭാവികമാണ്, നമുക്കറിയാം ഈ ഒരു ഒബ്ജക്റ്റീവ്സ് എന്താണ് ഓപ്പറേഷൻ ഫ്ലഡിൻ്റേതെന്ന്. എന്നാലും ഒന്ന് പരിശോധിക്കുകയാണ്. ഒന്ന് ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ. സ്വാഭാവികം. ബൂസ്റ്റിംഗ് ദ മിൽക്ക് പ്രൊഡക്ഷൻ ബൈ പ്രൊമോട്ടിംഗ് സയൻറ്റിഫിക് ഡയറി ഫാമിംഗ്, ഇംപ്രൂവ്ഡ് കാറ്റിൽ ബ്രീഡ്സ് ആൻഡ് മോഡേൺ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ടു മീറ്റ് ഗ്രോയിങ് ഡിമാൻഡ്സ്. വളരുന്ന ആവശ്യകതകളെ മീറ്റ് ചെയ്യാൻ, ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ മോഡേൺ മാനേജ്മെൻറ്റ് ടെക്നോളജി ഉപയോഗിക്കുക, കൃത്യമായ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കാറ്റിൽസിൻ്റെ ബ്രീഡ്സ് ഉപയോഗിക്കുക, സയൻറ്റിഫിക് ആയിട്ടുള്ള ഡയറി പ്രാക്ടീസസ് ഫോളോ ചെയ്യുക. ഇങ്ങനെ മൊത്തത്തിൽ മിൽക്ക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക. അതൊരു ഒരു ഒബ്ജക്റ്റീവ്. 2, ഓർഗനൈസ്ഡ് ഡയറി കോഓപ്പറേറ്റീവ്സ്. ശരിയല്ലേ? ശിഥിലമായി നിന്നിരുന്ന, സ്കാറ്റേഡായി കിടന്നിരുന്ന ഡയറി സെക്ടറിലെ ഫാർമേഴ്സിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കോഓപ്പറേറ്റീവ് സെക്ടോറൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനായിട്ട് ഓപ്പറേഷൻ ഫ്ലഡിന് സാധിച്ചു. 3 ടയറുകളിലായിട്ട് നമ്മളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 3, എൻഹാൻസ്ഡ് മിൽക്ക് പ്രോസസ്സിംഗ്. പാല് ഉൽപ്പാദിപ്പിക്കുകയും നേരിട്ട് ബെനിഫിഷ്യറീസിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നതിൽ നിന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ കേടുകൂടാതെ പാലിനെ സുരക്ഷിതമായി സ്റ്റോർ ചെയ്ത് വെക്കാൻ തക്കവണ്ണമുള്ളൊരു പ്രോസസ്സ്, ആ ഒരു മിൽക്ക് പ്രോസസ്സിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഡെവലപ്പിംഗ് എഫിഷ്യൻറ്റ് മിൽക്ക് പ്രോസസ്സിംഗ് ഫെസിലിറ്റീസ് ടു റെഡ്യൂസ് വേസ്റ്റേജ്, ഇംപ്രൂവ് പ്രോഡക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്രിയേറ്റ് റിലയബിൾ സപ്ലൈ ഓഫ് ചെയിൻ ഫോർ വേരിയസ് പ്രോഡക്ട്സ്. ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യമല്ല കേട്ടോ, പല പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ. ടെക്നോളജി ട്രാൻസ്ഫർ, അബ്സല്യൂട്ട്ലി നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള
മോഡേൺ ടെക്നോളജീസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ആൾക്കാർ നിന്ന് പശുവിനെ കറന്ന് പാലെടുക്കുന്നതിന് പകരം ഓട്ടോമാറ്റിക്കായിട്ട് പശുവിനെ കറന്ന് അകിടുകളിൽ പിടിപ്പിക്കാവുന്ന യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തി ആ യന്ത്രങ്ങളിൽ നിന്ന് നേരിട്ട് തന്നെ പാല് ചേമ്പറുകളിലേക്ക് എത്തുന്ന പോലെ പൈപ്പുകളും ഡക്റ്റുകളും നിർമ്മിച്ചു. കൈകൊണ്ട് തൊട്ട ശുദ്ധമാക്കാത്ത രീതിയിൽ ഒരു തരത്തിലുള്ള കീടാണുക്കളുടെയും പ്രസൻസ് വരാത്ത രീതിയിൽ പാലിനെ സംഭരിക്കുവാനുള്ള സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തെടുത്തു. അതുപോലെ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാലിൻ്റെ വിതരണം നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റില്ല, വിപണിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് പാൽ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ഷീരമേഖലയിലെ വിപണി വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും വിപണി വർദ്ധിപ്പിക്കുന്നതിനായി വേണ്ട ആവശ്യകതകളും വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളും ഡൈവേഴ്സിഫൈ ചെയ്തു. പാലെന്നതിൽ നിന്ന് പാലിൻ്റെ എന്തെല്ലാം വിഭവങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. പാലിൻ്റെ പേട, പാലിൻ്റെ ബിസ്ക്കറ്റ്, പാലിൻ്റെ ചോക്ലേറ്റ്, പാലിൻ്റെ ഹൽവ, പാലിൻ്റെ ഐസ്ക്രീം, അല്ലേ, പാലിൻ്റെ കേർഡ്, പാലിൻ്റെ ബട്ടർ, പാലിൻ്റെ ലസ്സി, ഇങ്ങനെ പാലുപയോഗിച്ച് ഒട്ടനവധി പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് പ്രൊഡക്റ്റുകൾ ആൾക്കാരിലേക്ക് പരിചയപ്പെടുത്തി ആൾക്കാരിൽ അതിന് ഡിമാൻഡ് സൃഷ്ടിച്ച് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതെല്ലാം ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ പ്രധാന ഓബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ്. ആൻഡ് ദിസ് ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ 3 phases. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫേസസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കും. എത്ര ഘട്ടങ്ങളായിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമ്മൾ പഠിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ 3 ഘട്ടങ്ങളായിട്ടാണെന്ന് പറയാം. ഒന്ന് 1970 മുതൽ 80 വരെയുള്ള കാലഘട്ടം. ലിങ്ക്ഡ് 18 മിൽക്ക് ഷെഡ്സ് ടു 4 മേജർ സിറ്റീസ്: ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. During phase 1, funding was acquired by means of the sale of skimmed milk powder and butter oil, which were contributed by the European Economic Community through the World Food Program. വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയിട്ടുണ്ടായ നമ്മുടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്തത് വേൾഡ് ഫുഡ് പ്രോഗ്രാം വഴി യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്ത സ്കിംഡ് മിൽക്ക് പൗഡറിൻ്റെയും മറ്റുമൊക്കെ സെയിൽ വഴിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യ ഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതൊന്നും ശ്രദ്ധിച്ച് വെച്ചോണം കേട്ടോ. ആരുടെയാണ്? വേൾഡ് ഫുഡ് പ്രോഗ്രാം വഴി യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന സ്കിംഡ് മിൽക്ക് പൗഡറിൻ്റെ സെയിൽ വഴിയാണ് ആദ്യ ഫേസ് ഓഫ് വൈറ്റ് റെവല്യൂഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ നമ്മൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് 1970 to 80 കാലഘട്ടത്തിൽ. The National Dairy Development orchestrated the program, meticulously handling the planning and negotiating the specifics of the European Economic Community assistance. അത് അവരുടെ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ അസിസ്റ്റൻസോടുകൂടി തന്നെ ഈ പറയുന്ന പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത് ആദ്യ ഫേസിൻ്റെ സാഹചര്യം. രണ്ടാം ഘട്ടത്തിലേക്ക് 1981 മുതൽ 85 വരെ, 1970 മുതൽ 80 വരെയുള്ളത് ആദ്യ ഘട്ടം, ഫസ്റ്റ് ഫേസ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാം ഘട്ടം 1981 മുതൽ 85 വരെയുള്ള സമയം. Established 43,000 village cooperatives, boosting milk powder production from 22,000 to 140,000 tons. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കണ്ട മാറ്റം വിപ്ലവകരമാണ്. 43,000-ൽ പരം വില്ലേജ് കോപ്പറേറ്റീവുകൾ സൃഷ്ടിച്ചു ക്ഷീരമേഖലയിൽ. 43,000-ൽ പരം. ഇന്ത്യയിലുടനീളമുള്ള കാര്യമാണ് ഈ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മിൽക്ക് പൗഡറിൻ്റെ പ്രൊഡക്ഷൻ 22,000 ടണ്ണ് ആയിരുന്നതിൽ നിന്ന് 1,40,000 ടൺ 7 മടങ്ങിലേക്ക് പോയി അതിൻ്റെ വർധന എന്നുള്ളതാണ്. ഡ്യൂറിംഗ് ദിസ് ഫേസ് എ സെൽഫ് സസ്റ്റെയിനിങ് സിസ്റ്റം ഓഫ് 43,000 വില്ലേജ് കോപ്പറേറ്റീവ്സ് കവറിംഗ് 4.25 ദശലക്ഷം മില്യൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, റിസൾട്ടിംഗ് ഇൻ മേക്കിംഗ് ഇന്ത്യ സെൽഫ് റിലയൻറ്റ്. ആ 43,000 വില്ലേജ് കോപ്പറേറ്റീവുകളിലൂടെ 4.25 മില്യൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്, അതായത് 42,50,000 മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അവരെ കൂട്ടിയോജിപ്പിച്ചു 43,000 വില്ലേജ് കോപ്പറേറ്റീവുകളിലൂടെ. അങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സെൽഫ് സസ്റ്റെയിനിങ് സിസ്റ്റം, സ്വയം പര്യാപ്തമായ ഒരു ക്ഷീര മേഖലയെ സൃഷ്ടിച്ചെടുക്കാൻ രണ്ടാം ഘട്ടത്തിന് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. The production of domestic milk powder surged from 22,000 to 140,000 by 1989. 1989 1,40,000 ടണ്ണിലേക്ക് അത് ഉയർന്നു. Notably, this substantial increase exclusively originated from dairies established as part of Operation Flood. ഇത് കൃത്യമായി പറയാൻ പറ്റുന്നത് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഭാഗമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഡയറീസിൽ നിന്നാണ് ഈ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ തന്നെ അച്ചീവ്മെൻ്റ് ആണിത് എന്ന രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത്. സി ഓൺ ഫേസ് 3 1985 അല്ലെങ്കിൽ 86 to 1996, 1986 മുതൽ 1996 വരെ എന്ന രീതിയിൽ കണക്കാക്കാം. 85 പറഞ്ഞാലും തെറ്റൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 86 തൊട്ട് 96 വരെയുള്ള ഒരു ഘടകം, അല്ലെങ്കിൽ 90 to 96 ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. ശരിക്കും ഇത് തന്നെ 86 തൊട്ടും കണക്ക് കൂട്ടിയാൽ മതി. Added 30,000 new cooperatives emphasized on research and development in animal health.
പുതുതായി 30,000 കൂടുതൽ കോപ്പറേറ്റീവ് മേഖല, സഹകരണ മേഖല ഇതിനകത്തേക്ക് കൊണ്ടുവരുവാണ് ക്ഷീരമേഖലയിലേക്ക്. പർട്ടിക്കുലർലി എന്തിനു വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാനായിട്ട്? ആനിമൽ ഹെൽത്തും അതുപോലെ ആനിമൽ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോപ്പറേറ്റീവ്സിൻ്റെ കൂടി, അല്ലെങ്കിൽ അതിനുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കോപ്പറേറ്റീവ്സ് 30,000 പേര് ആഡ് ചെയ്യുന്നു, 30,000 കോപ്പറേറ്റീവുകൾ ആഡ് ചെയ്യുന്നു. During this phase, Operation Flood facilitated the expansion and fortification of dairy cooperatives, strengthening the necessary infrastructure for producing and marketing growing volume of milk. ഒന്നുമില്ല, ഓപ്പറേഷൻ ഫ്ലഡ് ഫെസിലിറ്റി നമ്മൾ എന്താ ഈ പറയുന്ന ഡയറി സെക്ടറിനെയും കോപ്പറേറ്റീവ് സെക്ടറിനെയും കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുന്നത് ഈ 3ാം ഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഏകദേശം ആയല്ലോ ഈ ഒരു ഡയറി സെക്ടറിൽ വരേണ്ട കോൺട്രിബ്യൂഷനിൽ ഭാഗമാകുന്ന കോപ്പറേറ്റീവ്സ് ഒക്കെ തന്നെ ഏകദേശം ആയി കഴിഞ്ഞു. ഇനി ഈ പറയുന്ന കോപ്പറേറ്റീവുകളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നു. അതാണ് ഫേസ് 3 നമ്മൾ കണ്ടത്. Comprehensive veterinary first aid healthcare services, feed provisions, artificial insemination services were extended to cooperative members accompanied by intensified member education. അതായത് ഈ കോപ്പറേറ്റീവുകളിൽ അംഗമായിരിക്കുന്ന ക്ഷീര കർഷകർക്കോ അതിൻ്റെ ഭാഗമായിരിക്കുന്ന മെമ്പേഴ്സിലൊക്കെ കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്? ഒന്ന്, ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് കെയർ സർവീസസ്. ഈ കാറ്റിലുകൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അസുഖങ്ങളോ വൈകല്യങ്ങളോ അല്ലെങ്കിൽ രോഗാവസ്ഥയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റായിട്ട് സാധാരണഗതിയിൽ കാണാൻ സാധ്യതയുള്ള രോഗാവസ്ഥകൾ എന്തൊക്കെയാണ്, അതിന് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ, പ്രാഥമിക ശുശ്രൂഷ എന്താണ് തുടങ്ങിയവയെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ ഫീഡ് പ്രൊവിഷൻസ്. ഫീഡ് എന്ന് പറയുമ്പോൾ കാറ്റിലിന് കൊടുക്കുന്ന ആഹാരമാണ്, ഭക്ഷണമാണ്. നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഫീഡ് കൊടുക്കാറുണ്ട്, പലതരത്തിൽ തവിടും പിണ്ണാക്കും എന്നൊക്കെ പറയണ മാതിരി ഇതൊക്കെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഫീഡുകളും ഒക്കെ ഉണ്ട്. ഒരു ന്യൂട്രീഷൻ മിക്സ് പോലെ നമ്മൾ പണ്ട് ഈ സർലാക്കൊക്കെ പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കുന്നു എന്നൊക്കെ പറയണ മാതിരി ഒരു ന്യൂട്രീഷണൽ മിക്സ് എന്ന പേരിലൊക്കെ ഇവർക്ക് വരുന്നുണ്ട്. മനുഷ്യന് കിട്ടുന്നത് കൂടുതലും വിഷമാണെന്നുണ്ടെങ്കിൽ കാറ്റൽസിന് നല്ലത് കിട്ടും എന്നുള്ളതാണ് വാസ്തവം. കാരണം നമുക്ക് കാറ്റിലുകൾ ടേസ്റ്റ് നോക്കിയിട്ടല്ല ആഹാരം കഴിക്കുക, അവർക്ക് ആ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് വെച്ചാൽ ആഹാരം കഴിക്കും കാറ്റിൽസ്, ശരിയല്ലേ? നമ്മളാണെങ്കിലോ നമുക്ക് ന്യൂട്രീഷണൽ വാല്യൂ അല്ല വേണ്ടത്, നമുക്ക് ടേസ്റ്റാണ് വേണ്ടത്. പാഷാണത്തിൽ ടേസ്റ്റുള്ള അത് തന്നാലും നമ്മളത് കഴിക്കും. എന്നാലും ആരോഗ്യപരമായുള്ള കീര പച്ചയ്ക്ക് അവിച്ച് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചൂല. അതാണ് നമ്മളും ആനിമൽസ് തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും ആരെയും ആനിമൽ എന്ന് വിളിക്കേണ്ടതെന്നുള്ളതിൽ ഇപ്പോൾ തർക്കമുണ്ടെന്നാണ് മനസ്സിലാക്കാം. ശരി, അപ്പോൾ തിരിച്ചു വരാം മക്കളെ. അതായത് പലതും ഈ ഫീഡ് എന്ന് പറഞ്ഞിട്ടേ, കാറ്റിൽ ഫീഡ് ഓക്കെ, കാറ്റിൽ ഫീഡ് കാറ്റിൽസിന് കൊടുക്കുന്നതിന് വലിയ കുഴപ്പമുള്ള സംഗതികൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ മനുഷ്യന് കിട്ടുന്ന ഫീഡൊക്കെ ഇത്തരത്തിൽ പല കമ്പനികളും പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് പലതിലും അമിതമായ രീതിയിൽ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുകയും അത് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉപയോഗിക്കുക അനുവദനീയമായ അളവിലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. എന്തിനാണ് അമിത ലാഭത്തിനായി ഇവർ ഈ അമിതമായിട്ടൊക്കെ ഈ പ്രിസർവേറ്റീവ്സും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ആവശ്യത്തിനൊക്കെ പ്രോഫിറ്റ് ഇല്ലേ, എന്നാലും ആർത്തി തീരത്തില്ല എന്നുള്ളതാണ്. പോട്ടെ. അപ്പോൾ കോംപ്രഹെൻസീവ് വെറ്റിനറി സ്റ്റഡീസ്, പിന്നെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഈ പണ്ട് പറയില്ലേ നമ്മൾ ഈ കാറ്റിൽസിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോകാമെന്ന് പറയും. അത് ഇൻസെമിനേഷൻ പ്രോസസ്സാണ്, നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ അത് എപ്പോഴും പ്രാവർത്തികമായിക്കൊള്ളണമെന്നില്ല, അതിൻ്റേതായ സമയമെടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല നമ്പർ ഓഫ് കാറ്റിൽസിനെ നമുക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ മറികടക്കുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഒരു രീതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ ഡയറി സെക്ടറിൽ വരുന്ന കോപ്പറേറ്റീവ് മെമ്പേഴ്സിനെയും മറ്റുള്ളവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുവാണ്. പലർക്കും അജ്ഞത കൊണ്ട് പലതിനെയും പറയുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ അജ്ഞത മാറ്റി അറിവ് പകരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അറിവ് പകർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നീട് ചൂസ് ചെയ്യുക. ദേ ക്യാൻ ചൂസ് വെദർ വാട്ട് ടു ഡു. അപ്പോൾ എന്തിനായാലും ഇപ്പോൾ ഫീഡ് പ്രൊവിഷൻസിനായാലും ഇന്ന തരത്തിലുള്ള ഫീഡ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതൊക്കെ പശുവിന് വാങ്ങിച്ചു കൊടുത്താൽ പശുവിൻ്റെ പാലുൽപാദനം കൂടും, പശുവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും എന്ന് പറയുമ്പോൾ ചില ഫീഡുകളിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കുഴപ്പമുള്ള ഫീഡുകൾ ഉണ്ടാവുമായിരിക്കും, ചിലത് വില കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം ചേർത്തിട്ട് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ആൻഡ് ലെറ്റ് ദം ഡിസൈഡ്. അവരവരുടെ ഔചിത്യം ഉപയോഗിച്ചിട്ട് പിന്നീട് അവർ തീരുമാനമെടുത്തുകൊള്ളട്ടെ. അതിനകത്ത് നമ്മൾ കടന്നു കയറേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കർത്തവ്യം കോപ്പറേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ, അല്ലേ? എല്ലാവരുടെയും സഹകരണം വരുമ്പോൾ പലർക്കും അറിയാത്ത കാര്യങ്ങൾ, ഒരാൾക്കറിയാത്ത കാര്യം മറ്റൊരാളിൽ നിന്നെങ്കിലും ഷെയർ ചെയ്ത് കിട്ടപ്പെടും. അതുകൊണ്ടാണ് ഈ കോപ്പറേറ്റീവ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. അല്ലാണ്ടൊരു സബ്സിഡീസ് നേടിയെടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെതിരെ പോരാടാൻ വേണ്ടി മാത്രമൊന്നും അല്ല, അല്ലേ? ഗവൺമെൻറ്റിനെതിരെ പോരാടാനല്ല, ഗവൺമെൻറ്റിനെതിരെ പോയി ശബ്ദമുയർത്താനോ മാത്രമൊന്നുമല്ല. സംഘബലം എപ്പോഴും കാര്യത്തിൽ നല്ലത് തന്നെയാണ്. നമുക്ക് വേണ്ട ആനുകൂല്യങ്ങളെ നമ്മൾ ചോദിച്ച് വാങ്ങുക തന്നെ വേണ്ടി വരും എന്നുള്ളതും ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഫേസ് 1, ഫേസ് 2 ആൻഡ് ഫേസ് 3 എന്ന രീതിയിലുള്ള 3 ഘട്ടങ്ങളിലായി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഈ ഒരു ധവള വിപ്ലവത്തിൻ്റെതായ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയാം.
Made India the largest milk producer, boosting self-sufficiency. Established cooperative framework, improving farmers' socio-economic status. Created national milk grid for efficient distribution. Improved milk animal quality through cross-breeding. Yes, animal quality improve ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഡിസ്പ്യൂട്ടബിൾ ആണ്, എന്നാലും നമുക്ക് പറയാം തൽക്കാലം. മിനിമൈസ്ഡ് പ്രൈസ് വേരിയേഷൻസ് ബൈ എലിമിനേറ്റിംഗ് മിഡിൽ മെൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസും വേരിയേഷൻസും വലിയ തോതിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. മോഡേണൈസ്ഡ് ദി ഡയറി സെക്ടർ, മേക്കിംഗ് ടെൻസ് ഓഫ് മില്യൻസ് ഓഫ് ഫാമേഴ്സ് സെൽഫ് റിലയൻറ്റ്. വി നോ ദാറ്റ്. സോ വാട്ട് ഇസ് ദിസ്? അമൂൽ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അമൂലിൻ്റെ പരസ്യം കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അതാണ് അമൂൽ. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. A prominent dairy cooperative, it's a dairy cooperative, was a key participant in the Operation Flood. Operation Floodil ഏറ്റവും കീ ആയിട്ടുണ്ടായിരുന്ന പാർട്ടിസിപ്പൻസിൽ ഒന്നാണ് അമൂൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. It played a pivotal role in Gujarat and became a model for successful dairy cooperative. ഗുജറാത്തിൽ തുടങ്ങിയ ഈ ഒരു പദ്ധതി, ഗുജറാത്തിലെ അമൂലിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഒരു എന്താ പറയുക അച്യുതണ്ടായി മാറിയത് ഈ ഒരു പദ്ധതിക്ക് എന്നാണ് പറയുന്നത്. The brand is overseen by the Gujarat Cooperative Milk Marketing Federation. ആരാണ് അമൂൽ എന്ന ബ്രാൻഡിനെ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നത്? ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. An umbrella organization formed through the collaboration of diverse dairy cooperatives within the state of Gujarat. ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിനുള്ളിലുള്ള പലതരത്തിലുള്ള ഡയറി കോപ്പറേറ്റീവ് സെക്ടറുകളെ യോജിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച അല്ലെങ്കിൽ യോജിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഒരു അംബ്രല്ല പ്രോഗ്രാമിൻ്റെ പേരാണ് ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതിന് കീഴിൽ തന്നെയാണ് ആരും വരുന്നത്? അമൂലും വരുന്നത് എന്നുള്ളതാണ്. Amul has garnered acclaim for its extensive range of high-quality dairy product, positioning itself as a prominent player in the dairy industry. അതൊക്കെ ജസ്റ്റ് വാക്കുകൾ വേണ്ട. Private sector also contributed to the overall growth of the sector industry. Below we list the key participants. ആരൊക്കെയാണ്? ഇപ്പോൾ നെസ്ലെ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി, നെസ്ലെ, മദർ ഡയറി, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഡാബർ ഇന്ത്യ, പരാഗ് മിൽക്ക് ഫുഡ്സ്. അപ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ്, ഇപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദി കോഓപ്പറേറ്റീവ്സ് ഓർ ദി ഗവൺമെൻറ് സബ്സിഡൈസ്ഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ടഡ് കോർപ്പറേഷൻസോ ഫെഡറേഷൻസോ മാത്രമല്ല ഈ ഒരു വൈറ്റ് റെവല്യൂഷൻ്റെ ഒരു റിസൾട്ട് കണ്ടത് അല്ലെങ്കിൽ റിസൾട്ടിൽ ഭാഗമായത് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പൻസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയുണ്ട്? നെസ്ലെ ഉണ്ടായിരുന്നു, മദർ ഡയറി ഉണ്ടായിരുന്നു, ബ്രിട്ടാനിയ ഉണ്ടായിരുന്നു, ഡാബർ ഉണ്ടായിരുന്നു, പരാഗ് മിൽക്ക് ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനി. ഇങ്ങനെ പലതരത്തിലുള്ള പ്രൈവറ്റ് പാർട്ടിസിപ്പൻസ് ഓൾസോ പ്ലേഡ് ഇൻ ദി പ്രൊമോഷൻ ആൻഡ് ജനറേഷൻ ഓഫ് ഹൈ വാല്യൂ ഡയറി പ്രോഡക്ട്സ് ടു ദി മാർക്കറ്റിലേക്ക് വളരെ ഉയർന്ന മൂല്യമുള്ള ഇപ്പോൾ നെസ്ലെ ചോക്ലേറ്റിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് നെസ്ലയിൽ നമ്മൾ നേരത്തെ നെസ്ലേക്കും ബ്രിട്ടാനിക്കൊക്കെ പാൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാലിൽ ആവശ്യകതയും വേണമല്ലോ, ആവശ്യക്കാർ വേണമല്ലോ, ഡിമാൻഡ് വേണമല്ലോ. അപ്പോൾ ആ ഡിമാൻഡിൽ ഒരു പരിധി വരെ ഇത്തരം ഇൻഡസ്ട്രീസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് നിർമ്മിക്കാൻ പാല് വേണം, ഐസ്ക്രീം നിർമ്മിക്കാൻ പാല് വേണം. അതിനൊക്കെ ആയിട്ട് മിൽക്ക് ഡയറക്റ്റ്ലി പ്രൈമറി ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന ഇൻഡസ്ട്രീസിൽ. അങ്ങനെ ഈ പറയുന്ന മിൽക്ക് സെക്ടറിന് കൂടുതൽ ബൂസ്റ്റ് സംഭവിക്കത്തില്ലേ? ഉറപ്പായിട്ടും അതെ. സോ ഇന്ത്യ അസെൻസ് ടു പ്രോമിനൻസ് ആസ് എ ലീഡിംഗ് എക്സ്പോർട്ടർ ഓഫ് ഡയറി പ്രോഡക്ട്സ്. ഇന്ത്യ ഒരു ലീഡിംഗ് എക്സ്പോർട്ടർ കൂടിയാണ്. ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് 2023 ഡേറ്റയാണ് പിന്നെ ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യ അസെൻസ് ടു പ്രോമിനൻസ് ആസ് ലീഡിംഗ് എക്സ്പോർട്ടർ ഓഫ് ഡയറി പ്രോഡക്ട്സ്. അപ്പോൾ ഡയറി പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ട്സ് സൂചിപ്പിക്കുന്ന ഒരു ചാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡയറി ഉൽപ്പന്നങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അതർ നേഷൻസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പല നേഷൻസിലോട്ടും പോകുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് 19% ഓഫ് ദി എക്സ്പോർട്ടേഴ്സ് ടുവേർഡ്സ് ബംഗ്ലാദേശ്. എവിടത്തേക്കാണ് മക്കളെ പോകുന്നത്? ബംഗ്ലാദേശാണ്. രണ്ടാം സ്ഥാനം UAE ആണ്. മൂന്നാം സ്ഥാനം വരുന്നത് സൗദി അറേബ്യയാണ്, 12%. സൗദി അറേബ്യ, ദെൻ കംസ് USA 8%, ഇങ്ങോട്ടേക്കും അമേരിക്കയിലേക്കും. ദെൻ ഭൂട്ടാനാണ് 7%, സിംഗപ്പൂർ 6%, ബഹ്റൈൻ 5%. പിന്നെയുള്ള മറ്റ് പല രാജ്യങ്ങളിലോട്ടും ഒക്കെ കൂടി പോകുന്ന കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതർ രാജ്യങ്ങളിലോട്ടുള്ള കോൺട്രിബ്യൂഷനാണ് കൂടുതൽ നിൽക്കുക എന്നുള്ളത് ശരിയാണ്. 25% ഉണ്ട്. എന്നാലും ഓർത്തിരിക്കുന്നത് ഇൻ കമ്പാരിസൺ രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ബംഗ്ലാദേശിലേക്കാണ് കൂടുതൽ പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റൈറ്റ്. Evolution of the Indian dairy sector from 1970s to 2025. 1970-കളിൽ നിന്ന് 2025 വരെയുള്ള കാലഘട്ടത്തിലെ ഡയറി സെക്ടറിലുണ്ടായ ഒരു എവല്യൂഷൻ ഒന്ന് പരിശോധിച്ചാൽ the sector's growth is divided into 3 major eras: the foundation of the cooperative model, the period of global leadership, and the current technology driven 2.0 phase.
വാട്ട് യെസ് ദർ ഈസ് എ കറണ്ട് 2.0 ഫേസ് ഫോർ ദി വൈറ്റ് റവല്യൂഷൻ. അപ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഇന്ത്യയിൽ ഈ ഒരു പാൽ സെക്ടറിൻ്റെ അല്ലെങ്കിൽ പാൽ ഉൽപ്പാദന മേഖലയുടെ ഗ്രോത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. ഒന്ന് നമ്മുടെ ഫൗണ്ടേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് മോഡലുകൾ ഉണ്ടായ കാലഘട്ടം, അതായത് നമ്മുടെ വൈറ്റ് റവല്യൂഷൻ്റെ തുടക്കം. 2 ഈ ഒരു ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ മാറിയ സാഹചര്യം. 3 നിലവിലെ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഒരു 2.0 ഫേസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടവുമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. ദ ഫൗണ്ടേഷൻ, അതായത് ഓപ്പറേഷൻ ഫ്ലഡ് ഇറ 1970s to 1996. ഇൻ ജനുവരി 1970 ലോഞ്ച് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1 ബൈ ദി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. നമ്മൾ പഠിച്ച കാര്യമാണ്, അതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ്. ഫോക്കസ് ഓൺ 18 മേജർ മിൽക്ക് ഷെഡ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഓപ്പറേഷൻ 2 ഫേസ് 2 ഓപ്പറേഷൻ ഫ്ലഡ് 1981 to 85 കാലഘട്ടം, ഇമ്പാക്റ്റ് എക്സ്പാൻഡഡ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആൻഡ് മൈൽ സ്റ്റോൺ കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് 30,000 അത് നമ്മൾ പറഞ്ഞു. പിന്നെ ദ എക്സ്പാൻഷൻ 1997 to 1923 ഉള്ളൊരു എക്സ്പാൻഷൻ, അച്ചീവിങ് ഗ്ലോബൽ ലീഡർഷിപ്പ്. ഇൻ 1998 ഇന്ത്യ ഒഫീഷ്യലി ബിക്കേം ദി വേൾഡ്സ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ, സർപ്പാസിംഗ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അത് നമ്മൾ കണ്ടതാണ് അല്ലേ. 98 ഇന്ത്യ US മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറുന്നുണ്ട്. 1998 26th of November 2014 India celebrated its first National Milk Day on the birth anniversary of Dr. Verghese Kurian. Verghese Kuriൻ്റെ ബർത്ത് ആനിവേഴ്സറിയിൽ ആദ്യമായി 2014 നവംബർ 26 നാഷണൽ മിൽക്ക് ഡേ എന്ന രീതിയിൽ ആചരിക്കാൻ തുടങ്ങുന്നതാണ്. 2014 ലോഞ്ച് ഓഫ് ദി രാഷ്ട്രീയ ഗോകുൽ മിഷൻ ടു കൺസർവ് ഇൻഡിജിനസ് ബ്രീഡ്സ് ആൻഡ് ഇംപ്രൂവ് ജനറ്റിക് പൊട്ടൻഷ്യൽ. നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള കാറ്റിൽ ബ്രീഡുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി 2014 തന്നെ ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഗോകുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുക്കളുള്ള സ്ഥലത്തെയാണ് ഗോകുലം എന്ന് പറയുന്നത്. അപ്പോൾ ഗോകുൽ പശുക്കളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള പശുക്കളുടെ വെറൈറ്റികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി, 2014 ആരംഭിച്ച പദ്ധതി ഇതാണ് രാഷ്ട്രീയ ഗോകുല മിഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. 2022-23 നാഷണൽ മിൽക്ക് പ്രൊഡക്ഷൻ റീച്ച് ടു 231 million tons, contribute to 24% of the global output. 24% ഗ്ലോബൽ ഔട്ട്പുട്ടിൻ്റേത് 2022-23 നമ്മൾ അച്ചീവ് ചെയ്തെന്നുള്ളതാണ്. ദ മോഡേൺ ഇറ 2024-25 ഇനി നടക്കാനിരിക്കുന്ന ഇറ, അതായത് വൈറ്റ് റവല്യൂഷൻ 2.0 എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് എന്തുണ്ട് വൈറ്റ് റവല്യൂഷൻ 2.0 ഉണ്ട് എന്നാ തുടങ്ങുന്നത് 2024. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് വൈറ്റ് റവല്യൂഷൻ 2.0. So we have something called the white revolution of 2.0. Yes, we do have a second phase, അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞുകൂടാ, കാരണം വൈറ്റ് റവല്യൂഷൻ ഓൾറെഡി 3 ഫേസിലായിട്ട് നടന്നു കഴിഞ്ഞതാണ്. ഒരു സെക്കൻഡ് സീസൺ എന്ന് പറയാം വൈറ്റ് റവല്യൂഷൻ്റേത്. 19 September 2024 ഫോർമുല ലോഞ്ച് ഓഫ് വൈറ്റ് റവല്യൂഷൻ 2.0 ബൈ ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ സഹകരണ മന്ത്രാലയം 2024 19 ഒഫീഷ്യലി ഫോർമലായിട്ട് തന്നെ ഈ വൈറ്റ് റവല്യൂഷൻ 2.0 ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഇവിടെ ആയി കഴിഞ്ഞു. ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് വെറുതെ എന്താ പറയുക, ഈ നയപ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെട്ടതൊന്നുമല്ല. ഇത് ശരിക്കും ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു പദ്ധതിയാണ്. അത് എന്നാ ലോഞ്ച് ചെയ്തത് 2024 സെപ്റ്റംബർ മാസം 19 ലോഞ്ച് ചെയ്തു, ഫോർമലി ലോഞ്ച് ചെയ്തു. ആരാ ലോഞ്ച് ചെയ്തത്? സഹകരണ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. എന്നാ ലോഞ്ച് ചെയ്തതെന്നും ആരാണ് ലോഞ്ച് ചെയ്തതെന്നും വളരെ ഇമ്പോർട്ടൻറ്റ്. 2025 മാർച്ച് ആ ഒരു സാഹചര്യം പരിശോധിച്ചപ്പോൾ ദ റിവൈസ്ഡ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ആൻ അഡീഷണൽ ഔട്ട്ലേ ഓഫ് 1,000 crore 3,400 കോടി മൊത്തത്തിലായി. 2025 മാർച്ചിൽ റിവൈസ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന് പറയുന്നത് നമ്മൾ 2014 തുടങ്ങിയ പദ്ധതിയില്ലേ, അതിനെ ഒന്നുകൂടി റിവൈസ് ചെയ്തൊരു പുതിയ പ്രൊജക്റ്റായിട്ട് കൂടി എത്തുന്നുണ്ട്. ആ റിവിഷൻ്റെ ഭാഗമായിട്ട് നടന്ന പരിപാടി എന്താണ്? അത് അഡീഷണൽ 1,000 കോടി രൂപയുടെ കൂടി ഔട്ട്ലേ ഫണ്ട് അലോക്കേഷൻസ് പ്രൊജക്റ്റിന് വരുന്നു എന്നുള്ളതാണ്. 2025 എന്തൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ലോഞ്ച് ഓഫ് 2 lakh ന്യൂ മൾട്ടിപർപ്പസ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഡയറി കോപ്പറേറ്റീവ്സ്. അതായത് അഡീഷണൽ ആയിട്ട് 2 ലക്ഷത്തോളം വരുന്ന പുതിയ അതായത് മൾട്ടിപർപ്പസ്, ഒന്നിലധികം പർപ്പസുകൾ മീറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, കാർഷിക വായ്പാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ, അതുപോലെ ഡയറി സഹകരണ മേഖലകൾ അഡീഷണലി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ഭാരത് പശുധാൻ ഡേറ്റാബേസ് വിത്ത് യുണീക്ക് 12-digit ടാഗ് IDs ഫോർ ഓൾ ലൈഫ് സ്റ്റോക്ക്. ഇന്ത്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ വളർത്തുന്ന എല്ലാ ലൈഫ് സ്റ്റോക്കുകൾക്കും
12 ഡിജിറ്റിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ID ഈ നമ്പർ നമ്മൾ പശുവിനെയൊക്കെ ഈ കമ്മലിടിക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. കമ്മലിടിക്കലല്ല, ഒരു ടാഗ് എടുപ്പിക്കാനായിട്ട് കൊണ്ടുപോകില്ലേ കൃഷി, അത് കൃത്യമായിട്ട് ഡിജിറ്റൈസ് ചെയ്ത് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ഭാരത് പശുധാൻ എന്ന രീതിയിൽ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നത് 2025 ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ ജനറ്റിക് മോഡേണൈസേഷൻ, വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് സെക്സ് സോർട്ടഡ് സെമൻ ആൻഡ് IVF ടെക്നോളജി ടു എൻഷുർ 90% ഫീമെയിൽ കാഫ് പ്രൊഡക്ഷൻ. 90% ഫീമെയിൽ കാഫ്സിൻ്റെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഉൾപ്പെടെയുള്ള മോഡേൺ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഫീമെയിൽ കാഫ്സിൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് ഫീമെയിൽ കാഫ്സ് 90% പ്രൊഡ്യൂസ് ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വലിയ നേട്ടങ്ങളോടുകൂടി മുന്നോട്ട് പോയിരുന്ന നമ്മുടെ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നൊരു സെക്ടറിന് എന്തെങ്കിലും ചാലഞ്ചസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ദർ ആർ സർട്ടൻ. ദ yield gap paradox. While India is the largest producer, animal productivity is significantly lower than the global benchmark. ഈ പാൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു ആനിമൽ പ്രൊഡക്ടിവിറ്റി, ഓരോ ആനിമലിൻ്റെയും പ്രൊഡക്ടിവിറ്റി താരതമ്യേന കുറവാണെന്ന് പറയുകയാണ് ഗ്ലോബൽ ബെഞ്ച് വെച്ച് നോക്കുമ്പോൾ. കാരണം നാഷണൽ ആവറേജ് 1777 കിലോഗ്രാം പെർ ആനിമൽ പെർ ഇയർ ആണെങ്കിൽ ഗ്ലോബൽ ആവറേജ് 2699 കിലോഗ്രാമാണ് പെർ ആനിമൽ പെർ ഇയർ. അതായത് ഈ ഒരു yield എന്ന് പറയുന്നത്, പാൽ ഉൽപ്പാദനം അല്ലെങ്കിൽ ഒരു ആനിമലിൽ നിന്നുള്ള ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് ഇന്ത്യയിൽ 1777 കിലോഗ്രാമേ ഉള്ളൂ ഒരു ആനിമലിൽ നിന്ന് ഒരു വർഷം. എന്നാൽ ഗ്ലോബലോ 2699 കിലോഗ്രാം പ്രൊഡക്ഷൻ ഉണ്ട് ഗ്ലോബൽ ഒരു ആനിമലിൽ നിന്ന് ഒരു വർഷത്തിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് താരതമ്യേന കുറവല്ലേ? അപ്പോൾ അതൊരു നെഗറ്റീവ് കണ്ടീഷനായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതുപോലെ ജനറ്റിക് ഡൈല്യൂഷൻ, അതായത് 70% ഓഫ് ബൊവിൻസ് ആർ ബ്രെഡ് വിത്ത് സ്ക്രബ് ബുൾസ് ഓഫ് അൺനോൺ ജനറ്റിക് മെറിറ്റ്. അതായത് കൃത്യമായ ജനറ്റിക് വേരുകൾ അറിയാത്ത ബുൾസ് ഉപയോഗിച്ച്, കളകളെ ഉപയോഗിച്ചിട്ടാണ് 70% വരുന്ന ഈ പറയുന്ന പ്രൊഡക്ഷൻസും പുതിയ പശുക്കളുമായിട്ട് തന്നെ ബ്രീഡ് ചെയ്യിച്ച് പുതിയ ഓഫ് സ്പ്രിങ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതാണ്. അതിൽ only 33% അണ്ടർഗോ സയൻറ്റിഫിക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. കേവലം 33% മാത്രമാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സയൻറ്റിഫിക്കലായിട്ടുള്ള ഇൻസെമിനേഷനെ പറ്റിയിട്ടൊക്കെ നേരത്തെ സൂചിപ്പിച്ചുവെങ്കിലും അത് കേവലം 33% ചുരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഇന്നത് വീണ്ടും കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രാഗ്മെൻറ്റഡ് ഹോൾഡിംഗ്സ് ആണ്. അതായത് 80% ഓഫ് റൂറൽ ഡയറി ഹൗസ് ഹോൾഡ്സ് ഓൺ ജസ്റ്റ് 2 to 3 ആനിമൽസ് ആൻഡ് ദിസ് ഓട്ടോമൈസ്ഡ് പ്രൊഡക്ഷൻ മേക്സ് കോൾഡ് ചെയിൻ ലോജിസ്റ്റിക് എക്സ്പെൻസീവ് ആൻഡ് പ്രിവെൻറ്റ്സ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. ശരിയാണ്, കാരണം ലാർജ് സ്കെയിലിൽ പശുക്കൾ ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മിൽക്ക് കളക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആണ്. കാരണം എന്തായാലും വാഹനം ഓടണം, ലോജിസ്റ്റിക്സ് ഉണ്ട് അവിടെ, വാഹനം ഓടുക, കളക്ഷൻ നടക്കുക എന്ന് പറയുന്ന പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഈ 80% റൂറൽ ഡയറി ഹൗസ് ഹോൾഡ്സുകളും ഈ ഏകദേശം 2-3 പശുക്കളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ എക്കണോമിക് വയബിലിറ്റീനെ ഒരല്പം പുറകോട്ട് വലിക്കുന്നതിന് കാരണമാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൂടുതൽ പശുക്കളുള്ള ഫാമുകൾ ഉള്ളിടങ്ങളിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, എന്തായാലും ഒരു ഏരിയ തന്നെയാണ് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവുന്നതാണ്. ദ ട്രിപ്പിൾ ക്രൈസിസ്, ഫീഡ്, ഫോർഡർ ആൻഡ് വാട്ടർ നോക്കാം നമുക്ക്. ഡെഫിസിറ്റ് ഡേറ്റ. ഇന്ത്യ കറൻ്റ്ലി ഫേസസ് എ ക്രോണിക് ഷോർട്ടേജ് ഓഫ് ക്വാളിറ്റി ഇൻപുട്സ്. അത് നേരത്തെ സൂചിപ്പിച്ചു അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നാമത് കാർഷിക മേഖലയാണ്, ഒന്നാമത് വളരെയധികം റൂറൽ ആയിട്ടുള്ള ഏരിയകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് ഡേറ്റ ഫോർ എനി കൈൻഡ് ഓഫ് എ പ്രോസസ്സിംഗ് ഇസ് ആക്ച്വലി ലോ. ഡേറ്റ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഗ്രീൻ ഫോഡർ, നമ്മൾ ഈ ആഹാരമായിട്ട് കൊടുക്കുന്ന വൈക്കോലും മറ്റു കാര്യങ്ങളൊക്കെ, ഗ്രീൻ ഫോഡർ 12 to 32% ഡെഫിസിറ്റ് കാണിക്കുന്നുണ്ട്. ഗ്രീൻ ഫോഡർ പച്ചിലകളിൽ നിന്നുള്ള ആഹാരത്തിൽ ഒരു 12% മുതൽ പലയിടങ്ങളിലും 32% വരെയുള്ള ഡെഫിസിറ്റ് പലയിടങ്ങളിലും മാറിക്കൊണ്ടിരിക്കും കാണിക്കുന്നുള്ളതാണ്. ഡ്രൈ ഫോഡറോ നമ്മളല്ലാതെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ 23% ഡെഫിസിറ്റും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കോൺസെൻട്രേറ്റ്സ് 30 മുതൽ 40% ഡെഫിസിറ്റ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷണൽ കോൺസെൻട്രേറ്റുകൾ നമ്മൾ കൊടുക്കും പശുവിന്, വെള്ളത്തിലൊക്കെ കലക്കി കൊടുക്കുന്നതാണ്. അതിൽ ഒരു 30 മുതൽ 40% വരെ ഡെഫിസിറ്റ് ഉണ്ട് താനും. അപ്പോൾ ഇതൊക്കെ ഡെഫിസിറ്റിലാണ് നിൽക്കുന്നത്. ഇക്കണോമിക് സ്ക്വീസ് നോക്കിയാൽ ഫീഡ് ആൻഡ് ഫോഡർ നൗ അക്കൗണ്ട്സ് ടു 60% to 70% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ. അതായത് ഒരാൾ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പശുവിനെ വളർത്തി പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 60 മുതൽ 70% വരുന്ന തുക ഈ പറയുന്ന ഫീഡിനും ഫോഡറിനും ഒക്കെ ആയിട്ട്, അതായത് ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ചിലവാകുന്നു എന്നുള്ളതാണ്. പിന്നെ ലാൻഡ് ഡൈവേർഷൻ, അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ് ഓഫ് ക്രോപ്പ് റെസിഡ്യൂസ് ആർ ഷ്രിങ്കിങ് ദ ഫോഡർ ബാസ്ക്കറ്റ് ഫോർ ലൈഫ് സ്റ്റോക്ക്. ശരിയാണ്, അതായത് ഒന്നിപ്പോൾ നമുക്ക് ഈ ഇതുപോലുള്ള പച്ചിലകളും പുല്ലും ഒക്കെ നമുക്ക് ഈ കന്നുകാലികൾക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഇത് നമുക്ക് അവൈലബിൾ ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, അർബനൈസേഷൻ ഉണ്ട്, ഇതൊക്കെ ക്രോപ്പിൻ്റെ ഈ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന ഇത്തരത്തിലുള്ള വൈക്കോല് അങ്ങനത്തെ കൂനകളൊക്കെ അത് കുറയുന്നു എമൗണ്ടിൽ എന്നുള്ള. അത് മാത്രമല്ലാണ്ട് ഈ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും ഈ കാറ്റിൽസിന് താരതമ്യേന അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ പറയുന്ന ഫോഡറിനെ, ഗ്രീൻ ഫോഡറിനെ മാറ്റുന്നു എന്നും പറയാൻ പറ്റും.
പിന്നുള്ളത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താ പറയുക ഇഷ്യൂസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഇൻക്രീസ്ഡ് ഹീറ്റ് കവർ ഇൻ ഹോൾ ഓഫ് ദി വേൾഡ്. ഇന്ത്യയുടെ കാര്യത്തിലും വിപരീതമൊന്നുമല്ല, ഇന്ത്യയിലും ഈ പറയുന്ന ഉയർന്ന താപനില എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. റീസെൻറ്റ് ഇയേഴ്സിൽ നമ്മളത് കണ്ടതുമാണ്. ദ ഹീറ്റ് സ്ട്രെസ് ഇമ്പാക്ട്, റൈസിംഗ് ടെമ്പറേച്ചർ റെഡ്യൂസസ് feed intake and metabolic efficiency and in arid regions yield could drop up to 25% by 2080. 2085 വരണ്ട മേഖലകളിൽ ഏകദേശം 25% പ്രൊഡക്ഷൻ കുറയും എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നുള്ളത് മീഥെയിൻ ചാലഞ്ചാണ്. കാരണം ഈ കാറ്റിൽ ഇപ്പം മിൽക്ക് പ്രൊഡക്ഷൻ വല്ലാണ്ട് വേണമെന്നൊക്കെ പറയും. കാറ്റിൽസ് ഒരുപാട് വരുമ്പോൾ പ്രശ്നം കാറ്റിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് ലൈഫ് സ്റ്റോക്കിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് മീഥെയിൻ ഉണ്ടാകുന്നുണ്ട്. സോ മീഥെയിൻ ഈസ് എ മേജർ പ്ലെയർ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 10-50 മടങ്ങോളം കൂടുതൽ ഹാനികരമാണ് മീഥെയിൻ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആ മീഥെയിനിൻ്റെ പ്രൊഡക്ഷൻ ഒരു കൺസേൺ ആയിട്ട് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. പിന്നുള്ളത് ഡിസീസ് വൾനറബിലിറ്റിയാണ്. ക്ലൈമറ്റ് വേരിയബിലിറ്റി ഹാസ് ആക്സിലറേറ്റഡ് ദ സ്പ്രെഡ് ഓഫ് കണ്ടേജിയസ് ഡിസീസസ് ലൈക്ക് ലംപി സ്കിൻ ഡിസീസ് ആൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വിച്ച് പീരിയോഡിക്കലി ഹിറ്റ് പ്രൊഡക്ഷൻ സൈക്കിൾസ്. അതായത് കന്നുകാലികളിൽ ഇടയ്ക്കിടയ്ക്കായി വന്നു പോകാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള രോഗാവസ്ഥകൾക്ക് ഈ പറയുന്ന ക്ലൈമറ്റിലെ ചേഞ്ച് ആക്സിലറേറ്റ്. അതിപ്പോൾ കാറ്റൽസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതിനോട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരുപാട് ഈ എന്താ പറയുക അടിക്കടി ഉണ്ടാകുന്ന സ്വാസ്ഥ്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് കാറ്റൽസിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. പിന്നുള്ളത് മാർക്കറ്റ് ആൻഡ് എക്സ്പോർട്ട് ബോട്ടിൽ നെക്സ് നമ്മൾ നോക്കിയാൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഡോമിനൻസ്. അതായത് അപ്രോക്സിമേറ്റ്ലി 68% ഓഫ് ദി മാർക്കറ്റബിൾ സർപ്ലസ് ഈസ് സ്റ്റിൽ ഇൻ ദി അൺഓർഗനൈസ്ഡ് സെക്ടർ ലീഡിങ് ടു ഇഷ്യൂ വിത്ത് ട്രേസബിലിറ്റി ആൻഡ് അഡൾട്ടറേഷൻ. അതായത് നമുക്കിന്ന് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൻ്റെ ഒരു ഡോമിനൻസ് ഉണ്ട് ഈ ക്ഷീരമേഖലയിൽ. കാരണം നാം പറഞ്ഞ പോലെ കൂടുതലും വില്ലേജ് മേഖലയിലും മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിലാണ് ഈ പ്രൊഡക്ഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന മിൽക്കിനെ അഡൾട്രേറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് എന്തെങ്കിലുമൊക്കെ മായം ചേർക്കുന്നുണ്ടോ പോലുള്ള കാര്യങ്ങളെ പറ്റി അറിയത്തില്ല. അത് മാത്രമല്ല ഈ പാലിനൊന്നും ട്രേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്ത്യയിലെ 68% മാർക്കറ്റബിൾ ആയിട്ടുള്ള സർപ്ലസ്, അതായത് അധികം മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന പുറത്തോട്ട് വിടാനൊക്കെ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് വരുന്ന മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 68% വരുന്നതും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നാണ്. അതൊരു പരിധിവരെ ഒരു പ്രശ്നമാണ്. പിന്നുള്ളത് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ടു ലെസ് ദാൻ 1% ഓഫ് ദി ഗ്ലോബൽ ഡയറി ട്രേഡ്. ഗ്ലോബൽ ഡയറി ട്രേഡിനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ കണക്കൊക്കെ കണ്ടതാണ്. അതല്ല നമ്മൾ ആ കണക്കുകൾ അത്രയൊക്കെ പറഞ്ഞുവെങ്കിലും ഇത് ഗ്ലോബൽ ഡയറി പ്രോഡക്ട്സിൻ്റെ ട്രേഡ് നടക്കുന്നതിൻ്റെ 1% താഴെ മാത്രമാണെന്നുള്ളതാണ് വാസ്തവം. അതുപോലെ SPS നമ്മുടെ സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് ബൈ ദി യൂറോപ്യൻ യൂണിയൻ, അതുപോലെ USA ഓഫൻ ബ്ലോക്ക് ഇന്ത്യൻ ഡയറി ഡ്യൂ ടു ക്വാളിറ്റി കൺസേൺസ്. അല്ലേ, നമ്മുടെ ഡയറി പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി കൺസേൺസ്, കുറച്ചുകൂടിയൊക്കെ കൂടുതൽ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സാനിറ്ററി കൺസേൺസും ഒക്കെ ഉള്ളതാണ് മറ്റ് യൂറോപ്യൻ യൂണിയനും മറ്റ് USA പോലുള്ള രാജ്യം ഡെവലപ്ഡ് നേഷൻസും. അപ്പോൾ അവിടേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നുള്ളത് നോൺ വെജ് സർട്ടിഫിക്കേഷൻ. ട്രേഡ് ഡിസ്പ്യൂട്ട്സ് പെർസിസ്റ്റ് ഓവർ നോൺ വെജ് കാറ്റിൽ ഫീഡ് സർട്ടിഫിക്കേഷൻ റൂൾസ്. പ്രത്യേകിച്ച് US ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. അതായത് ഈ നോൺ വെജ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ട്രേഡ് ഡിസ്പ്യൂട്ട്സ് വരും. അതായത് കാറ്റിൽ ഫീഡ്, നോൺ വെജ് കാറ്റിൽ ഫീഡ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ റൂൾസ് വരും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാറ്റിൽ ഫീഡ് ഫുള്ള് നോൺ വെജ് ആണ് അല്ലെങ്കിൽ വെജ് ആണ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാലാണിത്, അത്തരത്തിലുള്ള പാലാണിത് എന്നൊക്കെ പറയുന്ന വെജ് പാല്, നോൺ വെജ് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു കാറ്റഗറി അവിടെയും പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റൂൾസ് ബന്ധപ്പെട്ട് വരുന്നത് അത് പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ യൂറോപ്പിൻ്റെ US-ൻ്റെയൊക്കെ റൂൾസ് പ്രകാരം വരുന്ന സേഫ്റ്റി കൺസേൺസും മറ്റുമൊക്കെ വരുന്നത് കൊണ്ടുണ്ടാകുന്നൊരു ഒരു എക്സ്പോർട്ട് ബുദ്ധിമുട്ട് വരാം. പിന്നെ പ്രൈസ് വോളറ്റാലിറ്റിയാണ്. പ്രൈസിനുണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ചേഞ്ചസ്. ഗ്ലോബലി നമ്മൾ ട്രേഡ് നടത്തുന്ന സമയത്ത് ഗ്ലോബൽ ട്രേഡിൽ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് കുറച്ചുകൂടി നമുക്ക് എഫക്റ്റ് ചെയ്യപ്പെടും ഡൊമസ്റ്റിക്കിനേക്കാൾ കൂടുതൽ. പിന്നെ പോളിസി ആൻഡ് ഫിനാൻഷ്യൽ ഗ്യാപ്പ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ the budgetary bias in 2023-2024 the Department of Animal Husbandry received only 4,300 crore compared to over 4 trillion for crop based agricultural subsidies. അതായത് കാർഷിക മേഖലയിലെ സബ്സിഡി അലോക്കേറ്റ് ചെയ്യുന്നതിനകത്ത് 2023-24 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറിക്കായി ലഭിച്ച സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ട് ലഭിച്ച കാശെന്ന് പറയുന്നത് 4,300 കോടി രൂപയാണ്. ഓൺ ദി അതർ ഹാൻഡ് ഇത് നമ്മൾ കാർഷിക മേഖലയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ 4 ട്രില്യനാണ് ഈ ക്രോപ്പ് ബേസ്ഡ് സബ്സിഡികൾക്കായി ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഹ്യൂജ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് കാണാം. മറ്റ് കാർഷിക വിള ബേസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറുകൾക്ക് 4 ട്രില്യൻ്റെ എന്താ പറയുക ഈ ഒരു സബ്സിഡിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്തപ്പോൾ ആനിമൽ ഹസ്ബൻഡറി സെക്ടറിൽ കേവലം 4,300 കോടിയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഫിനാൻഷ്യൽ ഗ്യാപ്പ് അവിടെ ഉണ്ട്.
പിന്നുള്ളത് ക്രെഡിറ്റ് ആക്സസ്, വായ്പയിലേക്കുള്ള ഒരു വായ്പാ ലഭ്യതയാണ്. ഓൺലി 4% ഓഫ് ദി ടോട്ടൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ലൈഫ് സ്റ്റോക്ക് ഡിസ്പൈറ്റ് ഇറ്റ്സ് കോൺട്രിബ്യൂട്ടിംഗ് 30% ടു അഗ്രികൾച്ചറൽ ഗ്രോസ് വാല്യൂ അഡിഷൻ. അതായത് നമ്മുടെ കാർഷിക മേഖല ടോട്ടൽ ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 30% ഈ ലൈഫ് സ്റ്റോക്ക് സെക്ടർ, അല്ലെങ്കിൽ ഈ പറയുന്ന കന്നുകാലി വളർത്തൽ, ക്ഷീരോത്പാദന മേഖല പോലുള്ള ഈ ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ക്ഷീരോത്പാദനം മാത്രമല്ല വരിക, ഇറച്ചി ഉൽപ്പാദനം ഉൾപ്പെടെ വരുന്നതൊക്കെ അതിനകത്ത് പെടും കേട്ടോ. എനിഹൗ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈഫ് സ്റ്റോക്ക് സെക്ടർ എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് സെക്ടർ പൊതുവേ 30% ഈ പറയുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലെ വാല്യൂ അഡീഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അഗ്രികൾച്ചറൽ സെക്ടറിൽ കൊടുക്കുക എന്ന രീതിയിലുള്ള ക്രെഡിറ്റ് ഉണ്ടല്ലോ, വായ്പ കൊടുക്കുന്നതിൽ ആ വായ്പാ പദ്ധതികളിലെ കേവലം 4% മാത്രമാണ് ഈ ലൈഫ് സ്റ്റോക്ക് സെക്ടറിലേക്ക് അലോക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം പറയുന്നത്. അതും ഒരു ഡിസ്സിമിലാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്യാപ്സ്, മൂന്നാമത്തെ കണ്ടീഷൻ. Cooperative coverage is highly uneven. While Gujarat is a saturation state, like West Bengal and Jharkhand have below 10% cooperation coverage. ഗുജറാത്തിലൊക്കെ സാച്ചുറേഷൻ, അതായത് ഗുജറാത്ത് 100% കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ലിങ്ക്ഡ് ആയി കഴിഞ്ഞു. എന്നാൽ ഇന്നും ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളും ജാർഖണ്ഡും പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്, അവിടെയൊക്കെ 10% താഴെ മാത്രമാണ് ഈ കോഓപ്പറേറ്റീവ് കവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എല്ലായിടത്തും ഒരുപോലെ എത്തിയില്ല എന്നതിൻ്റെ ഒരു സൂചന കാണാം നമുക്കത്. വൈറ്റ് റവല്യൂഷൻ 2.0 നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു, അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ഓൾറെഡി ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തി തുടങ്ങി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എംഫസൈസ് ദാറ്റ് ദിസ് ഇസ് എ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ലെഡ് ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ഓൺ September 19th of 2024 by Union Minister Amit Shah. While the original White Revolution focused on national self-sufficiency, version 2.0 targets women's empowerment, nutritional security and global export. നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ ഗ്ലോബൽ എക്സ്പോർട്ട് പോലുള്ള മേഖലയിൽ നമ്മൾ വളരെ താഴെയാണ്. ഗ്ലോബൽ ട്രേഡിൽ 1% താഴെ മാത്രം നമ്മൾ കോൺട്രിബ്യൂട്ട്. അപ്പോൾ ഇനി മിൽക്ക് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വൈറ്റ് റവല്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് മിൽക്ക് പ്രൊഡക്ഷനിൽ നമ്മൾ സ്വയം പര്യാപ്തത അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു, വിച്ച് വി ഹാവ് ആക്ച്വലി അച്ചീവ്ഡ്. അപ്പോൾ ഇനി നമ്മുടെ വൈറ്റ് റവല്യൂഷൻ 2.0 എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഒരിക്കലും സെൽഫ് സഫിഷ്യൻസി ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കില്ല ഘടകം, അല്ലെങ്കിൽ ആയിരിക്കില്ല അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തുള്ള മറ്റ് ചില ലക്ഷ്യങ്ങളാണ്. അതിലൊന്നാണ് വിമൻ എംപവർമെൻറ്റ്. ഓഫ് കോഴ്സ് ഈ ഒരു സെക്ടറിനകത്ത്, ഡയറി ഡെവലപ്മെൻറ്റ് സെക്ടറിനകത്ത് വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു സാധ്യത കൊണ്ടുവരിക. അതുപോലെ ഇന്ത്യയുടെ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഉറപ്പാക്കുക. ആൻഡ് ഓൾസോ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു ഡെഫിസിറ്റായ ഗ്ലോബൽ എക്സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയെ കൂടി ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് റവല്യൂഷൻ 2.0യുടെ 2024 സെപ്റ്റംബർ 19 ആരംഭിച്ച വൈറ്റ് റവല്യൂഷൻ 2.0യുടെ ലക്ഷ്യങ്ങൾ എന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. ദ 50 in 5 ടാർഗറ്റ് വിഷൻ, ഈ പറയുന്ന പദ്ധതിയുടെ വിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ദ 50 in 5 ടാർഗറ്റ് എന്താണ്? aims for a 50% increase in the milk procurement by cooperatives over the next 5 years. അടുത്ത 5 വർഷം കൊണ്ട് കോപ്പറേറ്റീവുകളിൽ മിൽക്ക് പ്രൊക്യൂർ ചെയ്യുന്നതിൽ ഒരു 50% വർധനവ് കൊണ്ടുവരാം. മിൽക്ക് പർച്ചേസ് ചെയ്യുന്ന, മിൽക്ക് കളക്ട് ചെയ്യുന്നതിനകത്ത് ഒരു 50% വർധനവ് കൊണ്ടുവരാം. 50% വർധനവ് കൊണ്ടുവരാം. ഇന്ന് 100 കിലോ അല്ലെങ്കിൽ 100 ലിറ്റർ പാൽ കളക്ട് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ. അടുത്ത 5 വർഷത്തിനിടെ അതൊരു 150 ലിറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കുക എന്ന് സാരം. അതുപോലെ പ്രൊക്യൂർമെൻറ്റ് മൈൽ സ്റ്റോൺസ്, ടാർഗറ്റ് ടു ഇൻക്രീസ് ഡെയിലി പ്രൊക്യൂർമെൻറ്റ് ഫ്രം 660 ലക്ഷം ലിറ്റർ ടു 1 ലക്ഷം ലിറ്റർ. 660 ലക്ഷം ലിറ്റർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നതിൽ നിന്ന് ഒരു ദിവസം 1000 ലിറ്റർ പ്രൊഡക്ഷനിലേക്ക് 2028-29 എത്തിച്ചേരുക എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റീവ്, മറ്റൊരു വിഷൻ. പിന്നുള്ളത് സ്ട്രാറ്റജിക് റീച്ച് ആണ്. ഫോക്കസ് ഓൺ expanding to uncovered panchayats and deepening the reach in existing ones to reduce the dominance of the unorganized sector. ഈ അനിയന്ത്രിതമായി നിൽക്കുന്ന മേഖലയുടെ ഒരു മേൽക്കോയ്മ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു കോപ്പറേറ്റീവ് അപ്രോച്ചുകൾ ഇല്ലാതിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക്, പഞ്ചായത്തുകളിലേക്ക്, വില്ലേജുകളിലേക്ക്, ജില്ലകളിലേക്കൊക്കെ ഈ ഒരു സെക്ടറിനെ കൂടുതൽ എത്തിക്കുക, ഡീപ്പൻ ചെയ്യുക, അവിടേക്ക് കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ള പറയുന്നുണ്ട്. പിന്നുള്ളത് സ്ട്രെങ്തനിങ് ദി കോപ്പറേറ്റീവ് ഗ്രിഡ്. സ്ട്രെങ്തനിങ് ദി കോപ്പറേറ്റീവ് ഗ്രിഡ്. നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് 2 lakh ന്യൂ മൾട്ടിപർപ്പസ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഡയറി ആൻഡ് ഫിഷറി കോപ്പറേറ്റീവ്സ്. കാരണം ഇതിനകത്ത് ഓൾറെഡി നമ്മളൊരു ക്രെഡിറ്റിൻ്റെ ഒരു ഡെഫിഷ്യൻസിനെ പറ്റി ഓൾറെഡി സൂചിപ്പിച്ചു, വിച്ച് വി ഹാവ് ആക്ച്വലി നോട്ടഡ്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പുതുത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. Universal coverage. The long-term goal is to ensure no panchayat is left out without a primary cooperative. ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്കിലും ഇല്ലാതെ ഒരു പഞ്ചായത്തും ഉണ്ടാകരുത് എന്നൊരു യൂണിവേഴ്സൽ കവറേജ് ഇന്ത്യ മൊത്തത്തിൽ അത്തരത്തിൽ കോപ്പറേറ്റീവ് സെക്ടർ കൊണ്ട് തന്നെ ക്ഷീരോത്പാദന രംഗം കവർ ചെയ്യപ്പെടണമെന്ന ലക്ഷ്യം.
institutional framework establishment of 3 new multi-state cooperative societies at the national level to streamline dairy operations and exports. ഇപ്പോൾ എക്സ്പോർട്ടുകളും ഡയറി ഓപ്പറേഷൻസും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ന്യൂ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇംപ്ലിമെൻറ്റേഷൻ. എത്രയാണ്? 3 പുതിയ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പറ്റിയിട്ട് ഈ വൈറ്റ് റെവല്യൂഷൻ 2.0 പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ആക്ഷൻ പ്രോഗ്രസ് നോക്കിയാലോ. As of late 2025, over 15,691 new dairy cooperative societies have already been registered. 2025 വരെയുള്ള സാഹചര്യം നോക്കിയാൽ ഇപ്പം തന്നെ ഈ ഒരു വെർഷൻ 2.0 ലോഞ്ച് ചെയ്തതിന് ശേഷം 15,691 പുതിയ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു എന്ന് സാരം, രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് സാരം. ഇറ്റ് ഈസ് അച്ചീവിങ് ഇറ്റ്സ് ഗോൾ. 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതിയിട്ടതാണ്. ഒരു വർഷത്തിൽ 15,691 പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുവെന്നും നമുക്ക് കാണാൻ സാധിച്ചു. അത് അച്ചീവ്മെൻ്റ് ആണ് അല്ലേ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് വിമൻസ് ഏജൻസി, അത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ബെനിഫിറ്റ് നോക്കാം. Direct to bank payments. See, payment for milk will be deposited directly into the bank accounts of women farmers, ensuring financial autonomy and formalization. അവരുടെ കൈ കൊടുക്കേണ്ട അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പരിപാടി സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അതുപോലെ ഡിജിറ്റൽ ടൂൾസ്, റോളിംഗ് ഔട്ട് റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മൈക്രോ ATMs ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്. അവരുടെ കാശിൻ്റെ ആവശ്യകത, അവരുടെ വായ്പാ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് രൂപയുടെ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ കുറച്ചുകൂടി കൂടുതൽ വ്യാപകമാക്കുന്നു. അതിൽ മൈക്രോ ATMകൾ ആൾക്കാരുടെ ഡോർ സ്റ്റെപ്പിൽ കർഷകരുടെ അല്ലെങ്കിൽ കർഷകരുടെ വീടുകളിലെത്തി ധനം കാശ് കൈമാറാൻ വേണ്ടിയിട്ടുള്ള മൈക്രോ ATMകളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഡിജിറ്റൽ ടൂൾസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരുന്നു. അതുപോലെ ഇൻഷുറൻസ് ലിങ്കേജ്. See, village level societies are being linked with insurance cooperatives to provide easy access to 2-wheeler and 4-wheeler insurances for rural families. 2-wheeler 4-wheeler ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഒരു നെസസിറ്റി ആണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ലിങ്കേജ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പദ്ധതികളും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഉള്ളത് ടെക്നോളജിക്കൽ പില്ലേഴ്സ് ഓഫ് ദി പ്രൊഡക്ടിവിറ്റി ഉണ്ടാകാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 4 ടെക്നോളജിക്കൽ പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ജനറ്റിക് അപ്ഗ്രഡേഷൻ, ലിവറേജിങ് ദ രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് ഇൻഡിജിനസ് ബ്രീഡ്സ്. ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ബ്രീഡുകളെ, എന്താ പറയുക, കന്നുകാലികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നമ്മൾ നടത്തുന്നു. 2, അഡ്വാൻസ്ഡ് ബ്രീഡിങ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സെക്സോട്ടഡ് സെമൻ 90% പ്രോബബിൾ ആയിട്ടുള്ള ഫീമെയിൽ കാവ്സിനെ ബൂസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അത് നമ്മൾ പറയുന്നത് ഏകദേശം 33% മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു ആ 90% കൊണ്ടുവരിക. പിന്നെയോ IVF ടെക്നോളജി. ഒരു പശുവിൽ നിന്ന് 30, 33, 35 കാവ്സിലെ വരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തക്കവണ്ണമുള്ള പ്രൊഡക്ഷൻ ഇൻവിട്രോ ഫെർട്ടിലൈസ് IVF ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഒരു എന്താ പറയുക, സ്കെയിലിംഗ് കൗ പോപ്പുലേഷൻ ബൈ പ്രൊഡ്യൂസിങ് 33-35 കാവ്സ് പെർ ഡോണർ കൗ. ഒരു ഡോണർ കൗവിൽ നിന്ന് 33 മുതൽ 35 വരെ കാവ്സിനെ എന്താ പറയുക, പൈകളെ എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ തക്കവണ്ണമുള്ള IVF ടെക്നോളജീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിജിറ്റൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ നമ്മുടെ ഏത് മേഖലകളിലും ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ ക്രെഡിറ്റ് സൊസൈറ്റികളിലും എല്ലായിടത്തും ഉള്ള ഒരു കംപ്ലീറ്റ് ഡിജിറ്റൈസേഷൻ, അതിനകത്ത് ഒരുപാട് പറഞ്ഞു പോകാനില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഗ്ലോബൽ എക്സ്പോർട്സ് ആൻഡ് ന്യൂട്രീഷൻ ഗോൾസ് നമ്മളെങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ളതാണ്. Viksit Bharat 2047, the roadmap positions the dairy sector as a key driver for making India developed nation by 2047. Viksit Bharat എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2047 കൂടി ഇന്ത്യ ഡെവലപ്ഡ് രാജ്യമായി മാറുമെന്ന ഇന്ത്യയുടെ ലക്ഷ്യമുണ്ട്, വികസിത് ഭാരത് ലക്ഷ്യം. അതിൽ ഈ പറയുന്ന ഡയറി സെക്ടറും ഒരു ഭാഗമാകുന്നു എന്നുള്ളതാണ്. എക്സ്പോർട്ട് ഫോക്കസ്, ക്രിയേറ്റിംഗ് ആൻ എക്കോസിസ്റ്റം ടു ഏൺ ഫോറിൻ കറൻസി ത്രൂ ഹൈ ക്വാളിറ്റി ഡയറി എക്സ്പോർട്സ്. ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡെഫിഷ്യൻസിനെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. പിന്നെ ഫൈറ്റിംഗ് മാൽന്യൂട്രീഷൻ, ഇൻക്രീസ്ഡ് ലോക്കൽ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് ഇൻ സ്ട്രാറ്റജിക്കലി ലിങ്ക്ഡ് ടു ഇംപ്രൂവിംഗ് ന്യൂട്രീഷൻ ഫോർ പുവർ ആൻഡ് മാൽനറിഷ്ഡ് ചിൽഡ്രൻ. അല്ലേ, അധികം ന്യൂട്രീഷൻ റിക്വയർമെൻറ്റിൽ സ്കാർസിറ്റി അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ മിൽക്കിൻ്റെ റിക്വയർമെൻറ്റ്സ്, മിൽക്ക് ഒരു പോഷകാഹാരമാണ്, അത് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ഇന്ന് പറയുന്നത് നിയർലി 800 മില്യൺ സ്റ്റിൽ സഫർ ഫ്രം ഹംഗ്രി എന്നാണ്. ഇന്നും ഏകദേശം 800 മില്യൺ ആൾക്കാർ പട്ടിണി കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഗ്ലോബൽ പോപ്പുലേഷൻ സഫറിംഗ് ഫ്രം ഹങ്കർ ഡിക്ലൈൻഡ് ഫ്രം 15% to 11%. 11% കുറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ 11% പേർ പട്ടിണിയിലുണ്ട്. അപ്പോൾ ആ പട്ടിണി പിന്നെയും കുറയ്ക്കണം. 1 in 4 children under the age of 5 had stunted growth in 2014. 2014 4 കുട്ടി
വിളർച്ച അനുഭവപ്പെട്ടിരുന്ന കാലഘട്ടമുണ്ട്. സ്റ്റണ്ട് ഗ്രോത്ത് ആണ്, എന്താ പറയുക, മുരടിച്ച വളർച്ചയുമായി നിന്നിരുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ നമുക്കുണ്ട്, ഇതൊക്കെ മുന്നിലുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വൈറ്റ് റെവല്യൂഷൻ 2.0 അല്ലാണ്ട് മറ്റ് ചില ഇനിഷ്യേറ്റീവ്സ് ഈ ഒരു ക്ഷീരോത്പാദന മേഖലയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് റിവൈസ്ഡ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, 2014 തുടങ്ങിയതാണ്. അത് 2025 മാർച്ച് 19 വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അലോക്കേഷനൊക്കെ വന്നിട്ടുണ്ട്, കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഓൺ ജനറ്റിക് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഇൻഡിജീനസ് ബ്രീഡ്സ് ആൻഡ് ഇൻക്രീസിംഗ് മിൽക്ക് പ്രൊഡക്ടിവിറ്റി. ഇൻഡിജീനസ് ബ്രീഡുകളിൽ ഫോക്കസ് ചെയ്യുക, അവയെ സംരക്ഷിക്കുക, അവയുടെ മിൽക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞ കാര്യം. അതിനുവേണ്ടി ഏകദേശം 3400 കോടി രൂപയുടെ ഔട്ട്ലൈൻ നമ്മൾ പറയുന്നു. നമ്പർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കീ ഫീച്ചർ എന്താ? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഹൈഫർ റിയറിംഗ് സെൻറ്റേഴ്സ്. ഹൈഫർ എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുതിയ ഓഫ് സ്പ്രിങ്സ് ആണ് ഹൈഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഹൈഫർ റിയറിംഗ് സെൻറ്റേഴ്സ് 35% ഓഫ് ദി ക്യാപിറ്റൽ ഔട്ട്ലേ ആൻഡ് 5000 ഇൻസെൻറ്റീവ് പെർ IVF പ്രഗ്നൻസി. ഓരോ IVF പ്രഗ്നൻസി നടത്തുന്നതിലും 5000 രൂപയുടെ ഇൻസെൻറ്റീവ് കൊടുക്കുക. അതുപോലെ ഹൈഫർ റിയറിംഗ് സെൻറ്ററുകൾക്ക് 35%, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 35% ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ് കൊടുക്കുക പോലുള്ളതൊക്കെ ആകർഷണീയമായ ഫീച്ചേഴ്സായിട്ട് നമ്മൾ ഈ പറയുന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഹൈഫർ ബാണുകളും ഹൈഫർ റിയറിംഗ് സെൻറ്ററുകളും, കന്നുകാലികളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെൻറ്ററുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കന്നുകാലിയെ റിയർ ചെയ്യുന്ന, വളർത്തുന്ന, പരിപാലിക്കുന്ന സെൻറ്ററുകൾക്ക് വേണ്ടിയിട്ട് 35% അവർ ആ ഒരു സെൻറ്റർ നിർമ്മിക്കുന്നതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റിന് അസിസ്റ്റൻസ് ഗവൺമെൻറ് കൊടുക്കും. അതുപോലെ IVF പ്രഗ്നൻസിക്ക് 5000 രൂപ വെച്ച് കൊടുക്കും. നമ്മളിപ്പോൾ സർക്കാർ ഓരോ പ്രഗ്നൻസിക്കും 6000 രൂപയോ 2000 രൂപ വെച്ച് കൊടുക്കുന്നു നമ്മൾ പറയുന്നില്ലേ സാധാരണക്കാർക്ക്, ആളുകൾ, ജനങ്ങൾക്ക്. അതുപോലെ പശുവിൻ്റെ പ്രഗ്നൻസിക്ക് 5000 രൂപ വീതം, IVF പ്രഗ്നൻസി ആണെങ്കിൽ 5000 രൂപ വീതം അലോക്കേറ്റ് ചെയ്യുന്ന സാഹചര്യം പറയുന്നു. 2, റിവൈസ്ഡ് നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്. റിവൈസ്ഡ് നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. 2014 ലോഞ്ച് ചെയ്തു. 2025 മാർച്ചിൽ തന്നെ റിവൈസ് ചെയ്യപ്പെട്ട പ്രോഗ്രാം. എന്താ ഒബ്ജക്റ്റീവ്? ടു ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് അറ്റ് ദ വില്ലേജ് ലെവൽ. വില്ലേജ് ലെവലിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള മിൽക്കിൻ്റെ പ്രൊഡക്ഷനും മിൽക്കിൻ്റെ പ്രോസസ്സിങ്ങും മിൽക്കിൻ്റെ ടെസ്റ്റിങ്ങും പോലുള്ള ആവശ്യകതകൾ നിറവേറ്റാൻ സാധിക്കുക എന്നൊരു ഒബ്ജക്റ്റീവാണ് ഈ ഒരു റിവൈസ്ഡ് നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റുക. ബജറ്റ് ഔട്ട്ലേ ഞാൻ പറഞ്ഞു, അത് നമുക്ക് നോക്കണ്ട. ഈ അച്ചീവ്മെൻറ്റ്സ് നോക്കിയാൽ strengthening of over 61,000 village level laboratories and upgrading 279 dairy plant lab with advanced adulteration detection technology. നമ്മൾ പറയുന്നത് ഏകദേശം 68% വരുന്നത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ നിന്നുള്ള പാലാണ്. അത് വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോൾ അതിനകത്ത് എന്താ പറയുക, മായം കലർന്നിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടമാണ്, അത് കയറ്റി അയക്കാൻ പറ്റാണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വില്ലേജ് ലെവലുകളിൽ തന്നെ ഇത് സ്ക്രൂട്ടനൈസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന തരത്തിൽ 61000 പുതിയ വില്ലേജ് ലെവൽ ലബോറട്ടറികളെ സ്ട്രെങ്തൻ ചെയ്യുക. 279 ഡയറി പ്ലാന്റ് ലാബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതും പ്രത്യേകിച്ച് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡൾട്രേഷൻ ഡിറ്റക്ഷൻ ടെക്നോളജി, മായം കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് പറയുന്നേ ഉള്ളൂ. പ്രൈമറി ചില്ലിംഗ് ആൻഡ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറയുന്നത്. ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് മറ്റൊരു പദ്ധതിയാണ്. ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് 2020 ജൂൺ 24 ആരംഭിച്ച പദ്ധതി. എക്സ്റ്റൻഷനോ 2024 ഫെബ്രുവരി 1 കൊണ്ടുവന്നു. ഒബ്ജക്റ്റീവ്: ഇൻസെൻറ്റിവൈസ് പ്രൈവറ്റ് ആൻഡ് കോഓപ്പറേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ മിൽക്ക് പ്രോസസ്സിംഗ്, വാല്യൂ അഡീഷൻ ആൻഡ് ആനിമൽ ഫീഡ് പ്ലാന്റ്സ്. അനിമൽ ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകൾ, അനിമൽസിന് വേണ്ടിയിട്ടുള്ള ഈ മിൽക്ക് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് മിൽക്ക് പ്രോസസ്സിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അത് കോഓപ്പറേറ്റീവ് ആയിക്കോട്ടെ പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ, ആ പറയുന്ന മേഖലകളെ ഒന്ന് ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഈ ഒരു ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതായത് പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് പറയാം. ബജറ്റ് ഔട്ട്ലേ വേണമെന്നില്ല. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ for up to 8 years on loans covering 90% of the project cost. അതായത് പ്രൊജക്ട് കോസ്റ്റിൻ്റെ 90% വരെയും കവർ ചെയ്യപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നമുക്ക് എടുക്കാം, ലോണായിട്ട് എടുക്കാം. 8 വർഷം ടെന്യൂറിലേക്ക് അതിന് 3% ഇൻട്രസ്റ്റിൻ്റെ സബ്സിഡി കിട്ടും എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഞാൻ അത്തരത്തിലുള്ളൊരു എന്താ പറയുക, ഇപ്പോൾ കാറ്റൽ ഫീഡ് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുവാണ്. എനിക്കത് 10 ലക്ഷം രൂപയുടെ ചിലവായെങ്കിൽ അതിനകത്ത് 9 ലക്ഷം രൂപ വരെ എനിക്ക് എന്തായിട്ട് കിട്ടും, വായ്പയായിട്ട് എടുക്കാം 8 വർഷം ടെന്യൂറിൽ. അതിൽ തന്നെ ഈ വായ്പ തിരിച്ചടവിന് എനിക്ക് 10% പലിശ ബാങ്ക് പറഞ്ഞതെങ്കിൽ അതിനകത്ത് 3% പലിശ ആര് കൊടുത്തോളും, ഗവൺമെൻറ് കൊടുത്തോളും. അപ്പോൾ എനിക്ക് 3% ഒരു സബ്വെൻഷൻ കിട്ടും. എനിക്ക് 7% റിസൾട്ട് പലിശ കൊടുത്ത് ഈ ഒരു കാശ് തിരിച്ചടച്ചാൽ മതിയാവുന്നതാണ്.
ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞൊന്നുമില്ല ആ ഒരു പെർസെൻറ്റേജിൻ്റെ കണക്ക്. ബട്ട് എനി ഹൗ 3% ഇന്ത്യൻ സബ്വെൻഷൻ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. 25% ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫോർ MSMEs ആൻഡ് ഡയറി കോപ്പറേറ്റീവ് ബോറോയിങ് ഫ്രം ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട്. ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന പദ്ധതി വഴി ബോറോ ചെയ്യുവാണെങ്കിൽ, കടമെടുക്കുകയാണെങ്കിൽ 25% ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്തായാലും MSMEകൾക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനും ഈ പറയുന്ന ഡയറി കോപ്പറേറ്റീവുകൾക്കും ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തീരെ കൂടുതലൊന്നുമല്ല, എന്നാലും ഓക്കെ, ഒരു മിനിമം എമൗണ്ട് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാവുന്നു. സബ്സ്യൂം ദ ഏർലിയർ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഇൻ ഏർലി 2024 ടു സിംപ്ലിഫൈ ഫണ്ടിങ്. ഫണ്ടിങ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്നൊരു ബോഡി കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നുള്ളത് നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമാണ്, NADCP എന്ന് പറയും, നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. launched in 11th of September 2019. Objective 100% vaccination coverage for foot and mouth disease and brucellosis across all susceptible livestock. സാധ്യതയുള്ള എല്ലാ കന്നുകാലികളിലേക്കും കൃത്യമായി 100% വാക്സിനേഷൻസ് ഉറപ്പാക്കാൻ പറ്റണം. വാക്സിനേഷൻസ് ഇന്നും കുറേ പേരെങ്കിലും ചെയ്യാതെ ഇരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള ബജറ്റ് ഔട്ട്ലേ നമുക്ക് വേണ്ട. ഗോള് എയിമിംഗ് ഫോർ FMD കൺട്രോൾ, ഈ പറയുന്ന ഫുട്ട് മൗത്ത് ഡിസീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക by 2025 and total eradication of the diseases from India by 2030. 2025 ഈ ഒരു ഡിസീസുകളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ 2030 പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ആക്ടിവിറ്റി അപ്ഡേറ്റ്: ഡെവലപ്മെൻറ്റ് ഓഫ് ഓവർ 107 crore vaccine doses and registration of animals with unique 12-digit digital tag IDs. ഓൾറെഡി 107 കോടി വാക്സിൻസ് ഡോസസ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ 107 കോടി ഡോസസ് ഓൾറെഡി റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ഓൾ അബൌട്ട് ദി വൈറ്റ് റവല്യൂഷൻ സെക്ടർ, അല്ലെങ്കിൽ ഈ ഒരു ധവള വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു കാറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡയറി സെക്ടറിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ തീർന്നു. അപ്പോൾ വൈറ്റ് റവല്യൂഷൻ എന്ന പേരിൽ നമ്മളൊരു റവല്യൂഷനെ പഠിച്ചുവെങ്കിലും വൈറ്റ് റവല്യൂഷൻ മാത്രമല്ലാണ്ടും ചില റവല്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഗ്രീൻ റവല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻസിന് MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ. വൈറ്റ് റവല്യൂഷൻ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സിൻ്റെ ഉൽപ്പാദനമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടു. ഇതല്ലാണ്ട് മറ്റ് ചില കളറുകളിലുള്ള റവല്യൂഷൻസ് ആരെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബ്ലൂ റവല്യൂഷൻ. പേരിൽ നിന്ന് തന്നെയുണ്ട്, ഫിഷറീസ് ആണ് അല്ലേ. ഫിഷിൻ്റെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത പ്രൊജക്റ്റാണ് ബ്ലൂ റവല്യൂഷൻ. ഡോക്ടർ അരുൺ കൃഷ്ണനാണ് അതിന് നേതൃത്വം നൽകുന്നത്, ഡോക്ടർ അരുൺ കൃഷ്ണൻ. 4 യെല്ലോ റവല്യൂഷൻ. യെല്ലോ റവല്യൂഷൻ എന്നത് ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കളുടെ ഓയിൽ സീഡ്സിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി, അതിൻ്റെ ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുക. യെല്ലോ ഓയിൽ സീഡ്, ഓയിലൊക്കെ മഞ്ഞ കളറിലല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓയിൽ സീഡ്, യെല്ലോ റവല്യൂഷൻ. സാം പിട്രോഡ എന്ന മനുഷ്യനാണ് അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്, സാം പിട്രോഡ. ബ്രൗൺ റവല്യൂഷൻ ലെതർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൊക്കോ ഇൻഡസ്ട്രി. ചോക്ലേറ്റ്, കൊക്കോ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റിൻ്റെ അടിസ്ഥാന ഘടകമായ കൊക്കോ അല്ലെങ്കിൽ ലെതർ ഇൻഡസ്ട്രി, ഇത് രണ്ടിനെയും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ടറുകൾക്ക് എന്ത് പേര് തന്നെയാണ് കൊടുത്തേക്കുന്നത്? ബ്രൗൺ റവല്യൂഷൻ തന്നെയാണ് കൊടുത്തത്. കാരണം ലെതറും ബ്രൗൺ കളറിലാണ്, കൊക്കോയും ബ്രൗൺ കളറിലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ രണ്ടും ബ്രൗൺ കളർ ആയതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ഹിർലാൽ ചൗധരിയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന പദ്ധതി എന്ത് വിളിക്കുന്നു? ബ്രൗൺ റവല്യൂഷൻ നമ്മൾ വിശേഷിപ്പിക്കുന്നു. ബ്ലാക്ക് റവല്യൂഷനോ, അത് പെട്രോളിയം ഉൽപ്പന്നമാണ്. ക്രൂഡ് ഓയിൽ കറുത്ത നിറത്തിലല്ലേ ഇരിക്കുന്നത്, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് കറുത്ത നിറത്തിലാണ് കാണുക. അപ്പോൾ ബ്ലാക്ക് റവല്യൂഷൻ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടെന്ന് പറയാം. റെഡ് റവല്യൂഷൻ ചോദിച്ചാൽ മീറ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ ആണ്. വിശാൽ തിവാരിയാണ് വിഷ് ടൊമാറ്റോയുടെ റെഡ് റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുക കേട്ടോ. മീറ്റ് ആൻഡ് ടൊമാറ്റോ, ഇറച്ചിയും അതുപോലെ ടൊമാറ്റോ, നമ്മുടെ തക്കാളിയുടെയും ഉൽപ്പാദനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള റവല്യൂഷൻ പദ്ധതിയാണ് റെഡ് റവല്യൂഷൻ എന്നറിയപ്പെടുക. പിന്നെ ഉള്ളത് റൗണ്ട് റവല്യൂഷനാണ്. റൗണ്ട് പൊട്ടേറ്റോ ആണ് കേട്ടോ. റൗണ്ട് ഷേപ്പിലുള്ള ആരാണ്? പൊട്ടേറ്റോ ആണ്. ഉരുളക്കിഴങ്ങ്, ഉരുണ്ട കിഴങ്ങല്ലേ ഉരുളക്കിഴങ്ങ് എന്ന് വിളിക്കുന്നതുകൊണ്ട് റൗണ്ട് റവല്യൂഷൻ. ഉരുണ്ട റവല്യൂഷൻ ഏതാണ്? പൊട്ടേറ്റോ റവല്യൂഷനാണെന്ന് പറയാം. പിന്നെ ഉള്ളത് സിൽവർ റവല്യൂഷനാണ്. അത് പോൾട്രി സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. സിൽവർ റവല്യൂഷൻ, എഗ്ഗ് അല്ലെങ്കിൽ പോൾട്രി, അതായത് ഈ പറയുന്ന കോഴി വളർത്തൽ മേഖലയല്ലേ, കോഴി വളർത്തൽ മേഖല, അല്ലെങ്കിൽ അതിൽ പർട്ടിക്കുലർലി പറഞ്ഞാൽ എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയേണ്ടി വരും. മുട്ട ഉൽപ്പാദനം, ഇപ്പോൾ നമ്മൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ പാല് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കരുതുന്നൊരു പോഷക ഗുണമുള്ള വസ്തുവാണ് മുട്ടയും അല്ലേ, കോഴിമുട്ട. അപ്പോൾ കോഴിമുട്ടയുടെ ഉൽപ്പന്നത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള, മുട്ട ഉൽപ്പാദനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സിൽവർ റവല്യൂഷൻ. സിൽവർ ഫൈബർ റവല്യൂഷൻ ചോദിച്ചാൽ അത് കോട്ടൺ ആണ്, പരുത്തി.
സിൽവർ റവല്യൂഷൻ ചോദിച്ചാൽ കോഴിമുട്ടയാണ്, അല്ലെങ്കിൽ മുട്ടയുടെ ആയിട്ട് ഉൽപ്പന്നം വർദ്ധിപ്പിക്കാനുള്ളതാണെങ്കിൽ പോൾട്രി സെക്ടർ ആണെന്നുണ്ടെങ്കിൽ, സിൽവർ ഫൈബർ ചോദിച്ചാൽ അത് കോട്ടൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വന്നതാണെന്ന് പഠിച്ചിരിക്കുക. സിൽവർ ഫൈബർ കോട്ടൺ ആണ്. ഗോൾഡൻ ഫൈബറോ അത് ജൂട്ട്. അപ്പോൾ സിൽവർ ഫൈബർ കോട്ടൺ, ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ ജൂട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ ജൂട്ട്, സിൽവർ ഫൈബർ റവല്യൂഷൻ കോട്ടൺ. ഗോൾഡൻ റവല്യൂഷൻ ചോദിച്ചാലോ അത് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ, നമ്മുടെ ഈ പച്ചക്കറി മേഖല അല്ലെങ്കിൽ ഫലവർഗ്ഗ മേഖല, അതുമല്ല എന്നുണ്ടെങ്കിൽ ഹണി പറയുക. ഹണി, തേൻ ഉൽപ്പാദനം, ഗോൾഡ്. തേന് നമ്മുടെ ഗോൾഡിൻ്റെ മാതിരിയുള്ള കളറാണ് നമുക്ക് കാണാൻ പറ്റുകയെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ, അതുമല്ലെങ്കിലോ ഹണി. അപ്പോൾ ഇതിൻ്റെ ഏത് ഉൽപ്പാദനത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ലക്ഷ്യമാക്കി പറഞ്ഞത് ചോദിച്ചാലും അത് ഗോൾഡൻ റവല്യൂഷൻ എന്ന് തന്നെ പറയാം. ഗ്രീൻ ഗോൾഡ് റവല്യൂഷൻ, പ്രൊമോഷൻ ഓഫ് ട്രേഡ് ഓഫ് ബാംബു പ്രൊഡക്ട്സ്. ഗ്രീൻ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ബാംബു പ്രോഡക്ട്സിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്. ഗ്രേ റവല്യൂഷൻ, ഫെർട്ടിലൈസേഴ്സ്. ഗ്രേ റവല്യൂഷൻ എന്താണ്? ചാരവിപ്ലവം. ചാരം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഫെർട്ടിലൈസറാണ് അല്ലേ? ഗ്രേ കളറിൽ കാണുന്ന ആഷ് എന്ന് തന്നെ ഒരു ഫെർട്ടിലൈസറാണ്, ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് അങ്ങനെ ആലോചിച്ചാലും മതി. ഗ്രേ റവല്യൂഷൻ ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി. പിങ്ക് റവല്യൂഷൻ വരുന്നത് ഓണിയൻ, ഉള്ളി, പ്രോൺസ്, കൊഞ്ച്, അതുമല്ല എന്നുണ്ടെങ്കിലോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇതിലേതും പിങ്ക്. ജലൂസിൽ എന്ന മുട്ടായി അല്ലല്ലോ, മരുന്ന് ആലോചിച്ചാൽ മതി. ജലൂസിൽ എന്ന മരുന്ന് പിങ്ക് കളറിലല്ലേ? അതിൻ്റെ ടോണിക് ആയാലും അതെ, അതിൻ്റെ നമ്മുടെ ടാബ്ലറ്റ് ആയാലും അതെ, അത് പിങ്ക് കളറിലാണ്. ഇപ്പോൾ പിങ്ക് റവല്യൂഷൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പറയാം, അല്ലെങ്കിൽ പ്രോൺസ് പറയാം, ചെമ്മീൻ ഇൻഡസ്ട്രി പറയാം, അതും അല്ലെങ്കിൽ ഓണിയൻ ഇൻഡസ്ട്രി. അതും ഏറെക്കുറെ പിങ്ക് കളറിലാണല്ലോ ഓണിയൻ വരുന്നത്. ഉള്ളി വരുന്നതും ഏറെക്കുറെ സമാനമായ കളറാണ്. സോ പിങ്ക് റവല്യൂഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ഓണിയൻ, പ്രോൺസ് ഓർ ഫാർമസ്യൂട്ടിക്കൽ. ഇതിൽ ഏതാണോ ചോദ്യത്തിൽ വരിക അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഉള്ളത് എവർഗ്രീൻ റവല്യൂഷൻ. അത് ഗ്രീൻ റവല്യൂഷൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. ടോട്ടൽ അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്. എവർഗ്രീൻ റവല്യൂഷൻ എന്ന് കേട്ടാലും അത് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് സാരം. ക്ലിയർ ആണോ? ഒരല്പം ലെങ്തി ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ്. ഇന്ത്യയുടെ ക്ഷീരോത്പാദന രംഗത്തിൽ കാണാനിരിക്കുന്നതുമായിട്ടുള്ള വളർച്ചയും ഡെവലപ്മെൻറ്റ്സിനെയും ഒക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു സെഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ ഒരല്പം ലെങ്തി ആയിപ്പോയി. സദയം ക്ഷമിക്കുക, ഇരുന്ന് കാണുക. കാരണം നമ്മളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ആസ്പെക്റ്റുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിലെ ഓരോ വാക്കും നമ്മൾ സൂചിപ്പിച്ച ഓരോ റൈറ്റിങ്സും ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായി നിങ്ങളിലേക്ക് ചോദ്യങ്ങളായി വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് മറച്ചു വെക്കാനൊന്നുമില്ല, മാറ്റി നിർത്താനൊന്നുമില്ല. പൂർണ്ണമായത് പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇനി ഫർദർ വലിച്ചു നീട്ടലുകളൊന്നുമില്ല. നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.